തങ്കച്ചായി ഇവിടെ ഏതു വഴി കൂടി എവിടെ പോയി കിടക്കുക? ചേട്ടാ, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ച് കോവാല കോവാല എന്ന് വിളിക്കല്ലേന്ന്. ഗോപാൽ, അതാണ് എന്റെ പേര്. എടാ, പേര് മാറ്റിയാലും ഇതുപോലെ കോലം കെട്ടിയാലും ഒന്നും മിടുക്കനാവത്തില്ല. അതിന് പണിയെടുക്കണം, പണി. അത് ശരിയാ. അത് മാത്രം ഇവന് ഇഷ്ടമല്ല. ഏത് പണിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട് കോവാല. പണി ചെയ്യാൻ മടിയൊന്നും ഉണ്ടായിട്ടല്ലേ ഏട്ടാ. ഞാൻ എത്ര നാളായി പറയുന്നു, ഇവിടെ ഒരു ഗ്യാസ് അടുപ്പ്, ഒരു ഡിഷ് വാഷർ, ഇതൊക്കെ വാങ്ങി കടവൊന്ന് അടിപൊളിയാക്കാൻ. ഇതൊരുമാതിരി ഈ തഴിവാങ്ങുന്ന കവലിലെ ചായക്കടയ്ക്ക് ഇതൊക്കെ തന്നെ ധാരാളം. എന്റെ പൊന്നുമോൻ, വിറകടുപ്പിൽ ഊതി ഊതി ചായയും പലഹാരവും കൊണ്ടാക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ പോയി ഈ പൈകുഞ്ഞേട്ടൻ നല്ല ചായ ഇട്ടോണ്ട് വാ. ചെല്ലടാ. ഇപ്പൊ കാണാം ഒരു വാട്ട ചായ ആയിട്ട് വരുന്നത്. ഊതി കത്തിക്കണം പോലും. ഒരു മൂരാച്ചി ബൂർഷ മുതലാളി. ഇവനെക്കാളും വലിയ ലോക മുതലാളി അമേരിക്ക പൊളിഞ്ഞ് പാളീസായി കുത്തുവാളെടുത്തില്ലേ? ഞങ്ങളുടെ രക്ഷ തകർന്നപ്പോ പടക്കം പൊട്ടിച്ച പാർട്ടീസ ഇപ്പൊ എന്തായി? 8 നില പൊട്ടിയില്ലേ? ആഗോള സാമ്പത്തിക മാന്യത്തിന്റെ ഒരു കളിയേ. അത് ശരി. പിന്നെ എന്തൊക്കെയുണ്ട് വലിക്കുഞ്ഞേട്ടാ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ജോസൂട്ടിയുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. ശ്രമിച്ച അവന് ചിലപ്പോ റാങ്ക് കിട്ടുമെന്നാ സാറന്മാര് ചിലരൊക്കെ പറയുന്ന കേട്ടെ. എങ്ങനെയുണ്ട് പൈലിക്കുഞ്ഞേട്ടാ? വാട്ടച്ചായ ആണോ? പാച്ചുള്ള പറഞ്ഞ അത്ര വാട്ടച്ചായ ഒന്നുമല്ല. തരക്കേടില്ലാത്ത ഒരു വാട്ടച്ചായ. നിന്റെ ചോറ്റ് മാത്രം എന്തേ? മേശപ്പുറത്തുണ്ടല്ലോ. ഓ, ഇവിടെ ഒരു സാധനം വെച്ചാ കാണത്തില്ല. എടി, നീ ഇന്നലെ എന്റെ പെൻസിൽ എടുത്തിട്ട് തിരിച്ചു വെച്ചായിരുന്നോ? വെച്ചായിരുന്നല്ലോ. ഭാഗ്യം, അല്ലെങ്കിൽ അതന്വേഷിക്കാൻ ഇപ്പൊ ഒരാള് വിടേണ്ടി വന്നേനെ. എവിടെ എവിടെ വച്ചിരുന്നെന്ന് പറഞ്ഞേ? ഇന്നും രാവിലെ ബഹളത്തിന് ഒരു കുറവില്ലല്ലോ പൈലിക്കുഞ്ഞേട്ടാ. അയ്യോ, ഞാൻ ആ താഴത്തെ വളവ് പോലെ കേൾക്കുന്നതാണ്. ഇപ്പൊ രണ്ടാളും സ്കൂളിൽ പോയി കഴിഞ്ഞാ പിന്നെ ഒരു മഴ പെയ്തു തോർന്ന പോലെ. മോളെ, അന്നമോളെ, ദാ വരുന്നേ ചേച്ചി. എന്താ ചേച്ചി? ഇത് കുറച്ച് ചെമ്മീൻ ചമ്മന്തിയാ. ചേച്ചി ഇന്നലെ ഉണ്ടാക്കിയതാ. ചേച്ചിക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായില്ലേ? വേണ്ടായിരുന്നു. അയ്യടി, ചെമ്മീൻ ചമ്മന്തി എന്ന് കേട്ടപ്പോ അവളുടെ വായിൽ വെള്ളം ഊർന്നു. എന്നിട്ട് അവളുടെ വർത്താനം കേട്ടില്ലേ? വേണ്ടായിരുന്നു. ഞാനും കൂടി ചെല്ലട്ടെ, അമ്മായി വിളിക്കുന്നു. അന്ന കൊച്ചേ, ജോസൂട്ടി എന്തിയേ? നീരാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1 മണിക്കൂറായി കേറിയിട്ട്. ചുമ്മാ പറയാ വല്യപ്പച്ച. ചേട്ടാ ഇപ്പൊ അങ്ങോട്ട് കേറിയതേ ഉള്ളൂ. മടിച്ചു പാറു, നീ ഇങ്ങനെ കഥയും പറഞ്ഞോണ്ടിരുന്നോ? ഇപ്പൊ ഫസ്റ്റ് ബെൽ അടിക്കും. വാ ഇങ്ങോട്ട്. അന്ന കൊച്ചേ, ഇവിടെ മരുന്ന്. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ നോക്കാനേ ഈ അന്നപ്പെണ്ണിനറിയാം. കേട്ടോ പൈലിക്കുഞ്ഞ്? വടി. ഇതെന്നാടാ സമയം എത്രയെന്ന വിചാരം? നിനക്കൊന്ന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് ഞാൻ വല്യപ്പച്ചന്റെ സൈക്കിളാ പോകുന്നേ. പിന്നെ എന്റെ മോൻ നടന്നങ്ങ് പോയാ മതി. നിന്റെയൊക്കെ പ്രായത്തിലേ ഞാനൊക്കെ 10 മൈൽ നടന്നാ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ. എടാ മോനെ, ആ പഴയ സൈക്കിൾ ഒന്നിനും കൊള്ളില്ലെന്ന് നിനക്കറിയാൻ പാടില്ലേ? ആ നടുവേദന പിന്നെയും കൂടിയോ വല്യപ്പച്ച? ഓ, അതങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. എന്നാ വല്യപ്പച്ചൻ ഒന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ ദേവസ്വരനെ സഹായിക്കാം. വേണ്ട വേണ്ട, ആ പണിയൊന്നും എടുക്കണ്ട. നിന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്ന് എൻ്റെ ആഗ്രഹം. കാശ് കൊടുത്ത് സീറ്റ് വാങ്ങാനൊന്നും എനിക്കാവതില്ല. നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ, അത് മതി. അല്ല വല്യപ്പച്ച, സ്കൂളിൽ പോകാൻ നോക്ക്. ചെല്ല്.
എന്താണ് അതിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ആ ഉവ്വ ഉവ്വ. ഓ പോടാ. നീ എന്താ ലേറ്റായേ? ഒന്നും പറയണ്ട ഇജാസേ. ആ റെക്കോർഡിന്റെ വർക്ക് കഴിഞ്ഞപ്പോ ഒരുപാട് ലേറ്റായി. ദാ വരുന്നുണ്ട്. ജോസൂട്ടി മതിയടാ. ദേവസി, ദേവസ്യേ, ദേവസി, എന്തോ എവിടെ പോയി കിടക്കണം? എന്തോ ഇതൊന്ന് നോക്കിക്കേ, ഞാനിപ്പോ വരാം. എടാ ജോജി, ഇങ്ങ് വന്ന്. എങ്ങോട്ടാടാ ക്ലാസ് സമയത്ത്? പതുങ്ങി. പത്രോ സാറിന്ന് ലീവാ, അതുകൊണ്ടാ ഞാൻ. പത്രൂ സാറിനെ ഞാൻ രാവിലെ കണ്ടതായിരുന്നല്ലോ. അത് ഇന്നലെ കണ്ട ഓർമ്മയായിരിക്കും. വാടാ ഇങ്ങോട്ട്. ചെങ്കൽ കവാടം, നരച്ച വിളക്കുകൾ, മഞ്ഞയുടുത്തു മരിച്ച മാഞ്ചില്ലകൾ, ഗന്ധമില്ലാത്ത സാറിന്ന് ലീവാണെന്നാ ഇവൻ പറഞ്ഞേ. ക്ലാസ്സിൽ കയറ്റിയിരുത്തി പാഠം പറഞ്ഞു കൊടുക്ക്. പണ്ടേ ബുദ്ധിയില്ല, ഉള്ളത് കുരുട്ട് ബുദ്ധി. ചെങ്കൽ കവാടം, The principle of conservation of energy. We have seen that the total എന്താ പ്രഭാകര പതിവില്ലാതെ? ഇന്ന് എന്റെ നാരായണന്റെ ഓർമ്മ ദിവസം. are conservative. If some of the forces involved are non-conservative, സാർ ഇത് നാരായണന്റെ അച്ഛനാ, പ്രഭാകരൻ. ഓ ഇരിക്കൂ. നീണ്ട 31 വർഷം കഴിഞ്ഞു എന്റെ മകൻ പോയിട്ട്. 2 മാസം മുമ്പ് ഇങ്ങോട്ട് മാറ്റം കിട്ടിയപ്പോഴേ ഞാൻ അറിഞ്ഞിരുന്നു. കേരളത്തിലെ ആദ്യ വിദ്യാർത്ഥി രക്തസാക്ഷി പഠിച്ചിരുന്ന സ്കൂളാണിതെന്ന്. എന്റെ രക്തസാക്ഷിയാണ് സാറേ. രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നും തന്നെ വിശ്വാസമില്ലാതിരുന്ന അവന്റെ മരണം ഇവിടത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുക്കുകയായിരുന്നു. അതോടെ ഈ സ്കൂളിൽ രാഷ്ട്രീയം നിരോധിച്ചു. PTA തീരുമാനപ്രകാരം ഇലക്ഷൻ നടത്താം, പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ പാടില്ലെന്നാണ്. സാറേ, ഈ പൈലിക്കുഞ്ഞ് വെറുമൊരു കഞ്ഞിവെപ്പുകാരനല്ല, ഈ സ്കൂളിന്റെ എല്ലാമാണ്. ഓരോ കുട്ടിയുടെയും രക്ഷകർത്താവ്. എന്റെ നാരായണൻകുട്ടി മരിക്കുമ്പോ പൈലിക്കുഞ്ഞായിരുന്നു ഇവിടുത്തെ PTA പ്രസിഡന്റ്. അവനും പൈലിക്കുഞ്ഞിന്റെ മകൻ തോമസ് കുട്ടിയും അതേ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ സാറിന്റെ സമയം വെറുതെ അതിരാവിലെ നടക്കാൻ ഇറങ്ങിയ പുൽക്കൊടികളിലും പൂക്കളിലും മഞ്ഞൻ തുള്ളികൾ മിന്നിത്തിളങ്ങുന്നത് നാം കാണാറുണ്ട്. ഇത് അന്തരീക്ഷത്തിലെ ജലത്തിന്റെ ഭാഗമാണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നു, എവിടെ നിന്നും വരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ഈ അധ്യായത്തിൽ
നമ്മുടെ ജോസൂട്ടിയുടെ പേര് ജാക്ക് എന്നാവേണ്ടതായിരുന്നു. അതെന്താടാ? അല്ല ജാക്കും റോസും. ഓ ടൈറ്റാനിക്. ഈ ടൈറ്റാനിക് മുങ്ങോ? ഇല്ല, ഈ ടൈറ്റാനിക് മുങ്ങിയല്ല. Every night in my dreams I see you. എന്താണെന്ന് അറിയില്ല, നമ്മുടെ ജോസൂട്ടിക്ക് ഈയിടെയായി തീരെ വിശപ്പില്ല. അത് അങ്ങനെയാടി, ഈ വർഷത്തെ നമ്മുടെ സ്കൂളിന്റെ റാങ്ക് പ്രതീക്ഷയാ. ഇങ്ങനെ പോയ എന്താവോ എന്തോ. മോനെ ജോസൂട്ടി, എന്ത് വന്നാലും ശരീരം നോക്കണം, ആദ്യം ചോറുണ്ണു. ഹലോ, എന്താടാ ഷമീറെ, ഇന്ന് വൈകിട്ട് കമ്മിറ്റിയോ? ഇതൊക്കെ നേരത്തെ അറിയിക്കണം. ഈ സമയത്തൊന്നും വിളിച്ചു പറഞ്ഞാൽ ഞാൻ വരില്ല. ആരാടാ ജാസേ? അത് ഞങ്ങളുടെ ക്ലബിന്റെ സെക്രട്ടറി ഷമീറാടാ. ഇന്ന് വൈകിട്ട് കമ്മിറ്റി ഉണ്ടെന്ന്. വാർഷികാഘോഷത്തെ പറ്റി എന്തോ സംസാരിക്കാനാ. എനിക്ക് പകരം സെക്രട്ടറി ആവനാവൻ. വാർഷികാഘോഷം ഇങ്ങ് വരട്ടെ, പൊളിച്ചടിക്ക് കൈ കൊടുക്കും ഞാൻ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ ഒരു കാര്യം, നീയൊക്കെ രാഷ്ട്രീയത്തിൽ വരണം മോനെ. വന്ന നാളെ MLA മന്ത്രിയാകില്ലെന്ന് ആര് കണ്ടു? നിന്റെ വാപ്പച്ചിയുടെ ഭാഷയെ പറഞ്ഞ സമർത്ഥൻ. പോടാ പറ്റി. ശരിയെന്നാ. ജോസൂട്ടി, താങ്ക് യുടാ. എന്തിന്? എന്റെ റെക്കോർഡ് വരച്ചു തന്നതിന്. ഓ, അതിന് താങ്ക്സ് മാത്രം പോരാ. പിന്നെ ഇത് എത്ര വർഷമായി? നിന്റെ നോട്ട് റെക്കോർഡ് എഴുതലാണല്ലോ എന്റെ പണി. അത് പിന്നെ അങ്ങനല്ലേടാ വേണ്ടേ. ഇതിനെല്ലാം ചേർത്ത് നിന്റെ അപ്പ എത്ര രൂപ സ്ത്രീധനം തന്ന എനിക്ക് മുതലാകും? അല്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ അപ്പ കണക്ക് തീർക്കണം. അതിന് എന്റെ കയ്യിൽ എവിടുന്നാടാ കാശ്? കാശ് ആരാ ചോദിച്ചേ? പിന്നെ അയ്യടാ, ഇനി വാ. വാ കഞ്ഞി പയറ് പോ, കഞ്ഞി പയറ് പോ, കഞ്ഞി. ചേട്ടാ ഇച്ചിരി പേരൂടെ. ആ കൊച്ചിന് ആവശ്യമുള്ള കൊടുക്കടാ. എന്റെ പൊന്നു ചേട്ടാ, ചോദിച്ചപ്പോഴൊക്കെ ആവശ്യത്തിന് കൊടുത്താണെന്ന് എന്നെ കൊണ്ട തിന്നും. കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വയറ് നിറച്ച് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സ് നിറയൂ. ആരുടെ മനസ്സ്? എന്റെ. അത് നിറയണമെങ്കിലേ ഇവിടെയുള്ള അരിയും പയറൊക്കെ പുറത്തുകൊണ്ട് വീട്ട് കാശാക്കണം, എന്നാലേ എന്റെ മനസ്സ് അറിയൂ. ഓ, എന്തൊരു തീറ്റയാണ് ഈ ആർത്തി പണ്ടാരങ്ങള്. ഓ, ആരാ? അല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഒന്നുമില്ലേ? തവിങ്ങന്ന് എന്നാ വല്ലിപ്പിച്ച ഇങ്ങ് തന്നെ. ഇവിടെ ഞാൻ വിളമ്പിക്കോളാം. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ മോളെ? അത് അവിടെ കിട്ടുന്നുണ്ടല്ലോ സ്കൂളില്. അത് ശരിയാ. തുടങ്ങി. ഈ സന്തോഷം തന്നെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വിളമ്പുമ്പോഴും കിട്ടുന്നേ. അവര് നിങ്ങളെ പോലെ എന്റെ കൊച്ചുമക്കളാണ്. ഇത്രയും നല്ല ജോലി ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റു ജോലിക്കൊന്നും പോകാത്തെ. പഴയ കളരിയാശാനായിരുന്ന ഞാന് അന്നത്തെ അപകടത്തിന് ശേഷം ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തി പഴയതിലും ആരോഗ്യവാനായി. സത്യത്തിൽ ഈ കളരി ആശനായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ വല്യപ്പച്ച? അതോ പുളുവാണോ? ശരിക്കും അത് കൊടുക്കും വല്യപ്പച്ച. അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഇങ്ങനെ തല്ല് മേടിക്കാത്തോണ്ട് ചേട്ടായി വഷളായി പോയിന്നാ എന്റെ കൂട്ടുകാരികൾ പറയുന്നേ. ഓ പിന്നെ എന്റെ ചേട്ടാനെ തല്ലാൻ ഇപ്പൊ അപ്പച്ചനും അമ്മച്ചി ഇല്ലല്ലോ. കൊച്ചിനെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഓരോന്നിരുന്ന് പറഞ്ഞോളൂ. എനിക്ക് ഈ പഴയ സൈക്കിളിന് പകരം പുതിയ ഒരെണ്ണം വാങ്ങിത്തരോ വല്യപ്പച്ച? അല്ലെങ്കിൽ വേണ്ട. വല്യപ്പച്ചന്റെ കാശ് കളയാൻ എന്റെ ഓരോ ആഗ്രഹങ്ങളെ.
പോയല്ലോ. ശ്ശോ, നല്ല രണ്ട് പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് സമ്മതിക്കില്ല. ഇന്ന മക്കളെ ചായ്. ഡാഡി 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 ഫൂൾ ഡാഡി ഡാഡി ഡാഡി. അടിപൊളി പാട്ടായിരുന്നു. പിള്ളച്ചേട്ടനാണെങ്കിൽ ന്യൂസ് മാത്രമേ വെക്കത്തുള്ളൂ. ഓ, ഈ ന്യൂസ് അറിഞ്ഞിട്ട് എന്തോ കിട്ടാനാ? അല്ലേലും അങ്ങനെ ആളൊരു പഴന്തനാ. പിന്നല്ലാതെ ഞാനെങ്ങാനമായിരിക്കണം ഈ കടയുടെ ഓണർ. ആദ്യം തന്നെ ഈ കടയുടെ പഴഞ്ഞ പേരങ്ങ് മാറ്റും. വിലാസം ചായക്കട. ഇത് കണ്ട ഏതെങ്കിലും മനുഷ്യരോട് ചായ കുടിക്കാൻ വരൂ? ആ, ഗോപാൽ ഫാസ്റ്റ് ഫുഡ്. കേൾക്കാൻ തന്നെ സുഖം തോന്നില്ലേ? ഇല്ലേ? ഒരു സുഖമില്ലേ? പിന്നെ ഈ കാണുന്ന കണ്ണാടി ചില്ലും ഈ ബെഞ്ചും എല്ലാം അടിച്ച് പൊളിച്ച് നല്ല മോഡേൺ ഫർണിച്ചറും നല്ല അടിപൊളി ഫാസ്റ്റ് ഫുഡും. പിന്നെ ഈ തഴുവാങ്ങുന്ന വഴി കടന്നു പോകുന്ന ടൂറിസ്റ്റുകള്, തഴുവാങ്ങുന്ന സ്കൂളിലെ കുട്ടികള്, എല്ലാം കൂടി ഒരു മേളമായിരിക്കും. അല്ലാതെ ഇത് ചുമ്മാ കുറെ ഞഞ്ഞാ പിഞ്ഞ കിളവന്മാരും കുറെ പരിപ്പോടേം ബോണ്ടേം പരിപ്പോട് 365 ദിവസം ഇത് തന്നെ. നിങ്ങൾക്കറിയാമോ, ഞങ്ങളെ പാർട്ടിക്കാർ പോലും ഈ കട്ടൻ ചായയും പരിപ്പോടും ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇവിടെ മാത്രം ഒരു മാറ്റവും ഇല്ല. എന്താ ഗോപാല? അല്ലെ, കറണ്ട് പോയതുകൊണ്ട് ചൂട് കൂടുതലാണെന്ന് പറയുന്നത്. അടുക്കളോട് എന്നാട്ടെ. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ട് കാണും. ഇതിന് തീർച്ചയായും നിനക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. അവന് വല്ല കുലുക്കൊണ്ടോന്ന് നോക്കിയേ. ഞാൻ കാക്ക ഓടിക്കാറിഞ്ഞതാ. അതെ അതെ, അവൻ കാക്ക ഓടിക്കാൻ വേണ്ടി എറിയുന്നു. അത് കൃത്യമായി പൈലിക്കുഞ്ഞേട്ടന്റെ തലയിൽ തന്നെ കൊള്ളുന്നു. ഞങ്ങളെല്ലാം വെറും മണ്ടന്മാരാണെന്നാണോ അതിന്റെ വ്യാരം? സ്റ്റിച്ച് വല്ലതുണ്ടോ പൈലി കുഞ്ഞേട്ടാ? 4 വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇതിനൊരു സമാധാനം പറയാതെ താൻ ഇനി ക്ലാസ്സിൽ കയറണ്ട. സാരമില്ല സാറേ, പ്രശ്നമാക്കണ്ട. അല്ല, ഇവൻ എറിഞ്ഞത് കാക്ക തന്നെയാ. അബദ്ധത്തിൽ എന്റെ തലേ വന്ന് കൊണ്ടു. അതാ നടന്നത്. അതിപ്പോ പൈലി കുഞ്ഞേട്ടൻ ഇങ്ങനെ പറയുമ്പോ. അല്ല സാറേ, ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? പോട്ടെ കാതറ സാറേ. എന്നാ പിന്നെ പൈലി കുഞ്ഞേട്ടൻ ചെല്ല്. പോയിക്കോടാ. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. മേലിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കരുത്. പോയിക്കോ. പാലിക്കുഞ്ഞേട്ടാ, ഞാൻ പോട്ര മോനെ, സാരമില്ല. റിസർവ് നിന്റെ മത്സമ ടീച്ചറേ. ടീച്ചറെ, എപ്പോഴാ ചെലവ്? എപ്പോ വേണമെങ്കിലും ആവാലോ. എന്തായാലും വത്സമ്മ ടീച്ചറിന്റെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഷിന് കണ്ണൂരിന്ന് മ്യൂച്വൽ ട്രാൻസ്ഫർ വാങ്ങി ഈ കുഗ്രാമത്തിലേക്ക് വരാൻ തോന്നുവോ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അത് ശരിയാ. അല്ല ദേവൻ സാറേ, എന്ത് കണ്ടിട്ട് അങ്ങേര് ഇടുക്കി ജില്ലയിലോട്ട് വരുന്നത്? അതും ഈ ഓണം കേറാൻ മൂലയിലോട്ട്. നമ്മളൊക്കെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കിക്കൊണ്ടിരിക്കുക. വരാൻ പോകുന്ന മാഷ് വലിയ പ്രകൃതി സ്നേഹിയും കവിയൊക്കെയാണെന്നാ കേട്ടത്. വരാൻ പോകുന്ന ആരെങ്കിലും ആവട്ടെ. 10 കൊല്ലായില്ലേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. പുള്ളിക്കാരന് സർക്കാർ ജോലി ഉള്ളതുകൊണ്ടാ അകലെയാണെങ്കിലും അപ്പച്ചൻ കല്യാണത്തിന് സമ്മതിച്ച്. എന്നിട്ടോ പുള്ളിക്കാരനും പിള്ളേരും അവിടെ, ഞാനിവിടെ. ആഴ്ചയിലൊന്ന് പോവാന്ന് വെച്ചാ കുറച്ചു ദൂരം വല്ലതുമാണോ? അല്ലെ, വരാൻ പോകുന്ന പക്ഷെ കല്യാണം കഴിച്ചതാണോ? എന്തേ? അല്ല, വെറുതെ ഒന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. പ്രകൃതി സ്നേഹി ആണെങ്കിലും അല്ലെങ്കിലും വരാൻ പോകുന്ന മാഷ് നല്ലൊരു മനുഷ്യ സ്നേഹിയായിരിക്കും. അതെങ്ങനെ സുജി ടീച്ചർക്ക് അറിയാം? അല്ലെങ്കിൽ കണ്ണൂർ ടൗണിൽ നിന്ന് ഈ തഴുവാങ്കുന്ന് സ്കൂളിലേക്ക്, അതും ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ വത്സമ ടീച്ചറിന് വേണ്ടി ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ വാങ്ങി ആരെങ്കിലും വരൂ? എന്തായാലും ഇന്ന് ട്യൂഷൻ സാർ വരാത്തതുകൊണ്ട് ഇത്രയും നേരം കത്തിവെച്ചിരിക്കാൻ പറ്റി. നിനക്കതൊക്കെ പറയാം. ഇപ്പൊ കൊറേ ദിവസമായി. സാറിന് വേറെ എന്തൊക്കെയോ ബിസിനസ് ഉണ്ടെന്നാ കേട്ടത്. ഈ ട്യൂഷനും കൂടി ഇല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാടാ. നിന്നോടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിട്ടല്ലേടാ ഞാൻ ഈ ട്യൂഷൻ ചേർന്നത്. നിനക്കതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നീ നമ്മുടെ സ്കൂളിന്റെ റാങ്ക് പ്രതീക്ഷയല്ലേ മോനെ? ഓ, റാങ്ക് ഒക്കെ കിട്ടിയാ ഈ പാവം റോസ്മേരി ഓർക്കുവാവോ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. സുന്ദരികളായ പെൺകുട്ടികൾ പ്രേമിക്കാൻ വന്ന ഞാൻ ചിലപ്പോ നിന്റെ കാര്യം പിന്നെ എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല മോളെ, പറയാൻ പറ്റത്തില്ല.
എടാ ഗ്യാസൂറ്റി, കൊല്ലുന്നില്ല ഞാൻ. നീ വേറെ പെമ്പിള്ളാരെ വായി നോക്കുന്നുണ്ടോന്ന് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഹ്യൂമാനിറ്റീസിലെ ആ ഉണ്ടക്കണ്ണിയില്ലേ, കണ്ണുകൊണ്ട് ഭരതനാട്യം കളിക്കുന്ന കലാമണ്ഡലം മീന, അവൾ ഇന്നാള് പറയുന്ന കേട്ടു നീ ഭയങ്കര സുന്ദരനാണ്, സംഭവമാണെന്നൊക്കെ. അത് സത്യമല്ലേടി റോസേ? ഈ ജോസൂട്ടി ആളൊരു സുന്ദര കുട്ടപ്പൻ തന്നെയല്ലേ? പിന്നെ കണ്ടാലും മതി. ഞാൻ നോക്കിയപ്പോ 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണല്ലോ, ഒരു പാവമാണല്ലോ എന്നൊക്കെ വിചാരിച്ചാ. എന്നാ ഞാൻ ആ കലാമണ്ഡലം മീനയുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ആ ഗോതമ്പ് മറിയോടെങ്ങാനും നീ മിണ്ടിയ ജോസൂട്ടി മോനെ, നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല. പിന്നെ ഞാനൊരു രഹസ്യം പറയാം. എനിക്കൊരു CID ഉണ്ട് സ്കൂളില്, നിന്നെ വാച്ച് ചെയ്യാൻ. ആരാന്നറിയോ? അതാരാ? നിന്റെ ആ കാന്താരി പെങ്ങളില്ലേ അന്ന, അവള് തന്നെ. നീ ഏത് പെണ്ണുമായിട്ട് മിണ്ടിയാലും അപ്പൊ അവൾ എനിക്ക് റിപ്പോർട്ട് തരും. ഓ ദൈവമേ, ഇതുപോലൊരു പെണ്ണിനെയാണല്ലോ എനിക്ക് പ്രേമിക്കാൻ കിട്ടിയത്. വന്നു ചാരേ കാതിൽ മെല്ലെ ചൊല്ലി കനവിലെ കുരുവി നീ. മഴയോടെ കാടും കൂടി ചൊല്ലി മനസ്സിലെ അരുവി നീ. ഓരോ നിമിഷവും നീ ഏറും മധുരമല്ലേ. ചാരേ കാതിൽ മെല്ലെ ചൊല്ലി കനവിലെ കുരുവി നീ. ഉള്ളിലാളുന്ന നൊമ്പരം തന്ന മുള്ളു മാറ്റുന്ന കൂട്ടുനീ. എന്നരികിലോ പെൺമലരു നീ എന്തേ എന്തേ നാണമായി. ഇതളുകളോ തൊഴുതുണരും താഴ്വരയിൽ കുളിരു നീ. കണിയഴകോ തിരിതെളിയും മേടുകളിൽ തളിരു നീ. മാറ്റുകൂട്ടുന്ന മോഹമോ നിന്നെ കാത്തു നിന്നൊന്നു കാണുവാൻ. ആറ്റുനോട്ടെന്റെ മിഴികളോ നിന്നെ ഏറ്റുവാങ്ങുന്നു ജീവനായി. പുലരുമെൻ പ്രേമ വീഥിയിൽ മെല്ലെ പെയ്യും തോരാമഞ്ഞിൽ ഒഴുകും ചേലോടെ. ഓരോ നിമിഷവും നീ നെഞ്ചിൻ നനവു
ഈ തങ്കച്ചായിനെ നിനക്കൊന്നും അറിയത്തില്ല. ഒരു ഉപ്പ ചായക്കട, അതിന്റെ ഒരു മൊയലാളി. തരാനുള്ള കാശ് പറയടാ, വലിയ വർത്താനമൊക്കെ. അതൊക്കെ തരും. ഞാനങ്ങോട്ട് ഓടിപ്പോകത്തൊന്നുമില്ല. തരും തരും. എത്ര കാലമായിട്ട് ഞാനിത് കേൾക്കുന്നു. ഇനി ഇപ്പൊ തങ്കച്ചായി കാശ് തന്നില്ലെന്നങ്ങ് വെച്ചോ, ഇയാൾ എന്തോ ചെയ്യും? തങ്കച്ചായിയോടെ കളി. മേടിക്കും കാശ് ഞാൻ തരും. അതായി തങ്കച്ചായി. രാവിലെ തന്നെ തുടങ്ങിയല്ലേ കലാപരിപാടി? അലമുണ്ടാക്ക വീട്ടിൽ പോകാൻ കച്ചാ. ഈ പൈകുഞ്ഞേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം പോവാ, അല്ലാതെ വേറെ ഒരു പറ്റി പറഞ്ഞാലും ഈ തങ്കച്ചായി പോകത്തില്ല. അപ്പൊ ഞാനും പട്ടിയാണല്ലേ? അയ്യോ, പൈലിക്കുഞ്ഞേട്ടൻ തങ്കപ്പെട്ട മനുഷ്യനാ. പൈലിക്കുഞ്ഞേട്ടൻ നല്ലവനാ. പൈലിക്കുഞ്ഞേട്ടൻ തങ്കപ്പെട്ടവനാ. പൈലിക്കുഞ്ഞേട്ടൻ നല്ലവനാ. പൈലിക്കുഞ്ഞേട്ടൻ നല്ലവനാ. പൈലിക്കുഞ്ഞേട്ടൻ തങ്കപ്പെട്ടവനാ. പൈലിക്കുഞ്ഞേട്ടൻ. സാർ, ഞാൻ നന്ദൻ, കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫറായി. ഓ, ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇരിക്കും. സാർ, ഇതെന്റെ റിലീവിംഗ് ഓർഡർ. എനിക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യാമല്ലോ അല്ലേ? പിന്നെ തീർച്ചയായും. ആ, താമസത്തിനുള്ള ഏർപ്പാട് ചെയ്യാൻ നമ്മുടെ സ്കൂളിലെ കഞ്ഞിവെപ്പുകാരൻ പൈലിക്കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വേണ്ട സാർ, എന്റെ കൂടെ BEdന് പഠിച്ച ഒരു സുഹൃത്തിന്റെ വീട് ഇവിടെ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതിന്റെ താക്കോലുമായിട്ടാ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത്. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ. ശരി, താങ്ക് യു സാർ. ഹായ് അന്നമോളെ. ചേച്ചി, പുതിയ സൈക്കിളാ ചേട്ടായിക്കാ. അതെയോ, കൊള്ളാലോ. എന്നിട്ട് ജോസൂട്ടി എന്തി? ചേട്ടായി വന്നിട്ട് വേണം എനിക്ക് ഇതേ കയറി ഒന്ന് ചുറ്റാൻ. ഹായ്, നല്ല രസമായിരിക്കും. ഞാനും ആദ്യം ചുറ്റാൻ പോണേ. അല്ല, ഞാനാ ആദ്യം. നീ പൊടി, മൂത്തോരാദ്യം. തുടങ്ങിയ രണ്ടും കൂടെ. എടി അന്നമോളെ, അവള് കൊച്ചല്ലേടി, നീ അവളെ പോലെ വാശി പിടിച്ചാലോ? കണ്ടോ, അല്ലെങ്കിൽ വല്യപ്പച്ചൻ അങ്ങനെയാ. ഇവളോടെ കൂടുതൽ ഇഷ്ടം. ഇവളാണെങ്കിൽ വല്യപ്പച്ചന് സോപ്പിട്ട്. പിന്നെ നീ പൊടി ചേച്ചി. ഡേ, ജോസൂട്ടി വരുന്നു. ചേട്ടായി, ദേ സൈക്കിള്. വല്യപ്പച്ച, ചേട്ടായി, ഞാൻ മുമ്പില്. ചിന്നക്കുട്ടി തന്നെ മുന്നില്. ഇരുന്നോ? മുറുകെ പിടിച്ചോണം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടാവട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച ആത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ. ആമേൻ. വല്യപ്പച്ച, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതെ അതെ. വാ സാറേ. ഇത് ദേവൻ സാർ. ഹലോ. ഇത് തോമസ് സാർ. ഹലോ സാർ. താഹിറ ടീച്ചർ, പത്രോ സാർ, അത് സുജ ടീച്ചർ. നമസ്തേ. അല്ല, എല്ലാവരെയും പരിചയപ്പെടുത്തി, പക്ഷെ സാറിനെ പരിചയപ്പെടുത്തിയില്ല. അയ്യോ, ഞാനതങ്ങ് മറന്നു. ഞാൻ ഖാദർ, ദാ ഇവിടുത്തെ PT റിസർവ് ഖാദർ. പ്രധാനപ്പെട്ടവരെല്ലാം കഴിഞ്ഞല്ലേ റിസർവ് ഉള്ളൂ. ഇരിക്കല്ലേ. അത് നന്ദ സാറേ, ഞാൻ ഈ കേരള ക്രിക്കറ്റ് ടീമിൽ കുറെ വർഷം ഉണ്ടായിരുന്നു. മെയിൻ ടീമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യവാ. അതുകൊണ്ടാണ് ഇവരെന്നെ റിസർവ് ഖാദർ എന്ന് വിളിക്കുന്നത്. എന്ത് ചെയ്യുമല്ലേ? ഖാദറിനെ മറ്റു കളിക്കാരുടെ ജേഴ്സി അലക്കാൻ ആ ടീമിലെടുത്തോന്നൊരു അപവാദം ഉണ്ട്. അതേപോലെ അടിച്ച്. അറ്റൻഡൻസ് ബുക്ക് സർ. 12 മെയിൻ ബിൽഡിംഗിലാണ്. ശരി സാർ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ.
എൻ്റെ പേര് നന്ദൻ. കണ്ണൂരാണ് സ്വദേശം. വത്സമ്മ ടീച്ചറിന് പകരം വന്ന അധ്യാപകൻ. ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചവരിൽ നിന്ന് പുതുമയുള്ളൊരു അധ്യാപന രീതിയാണ് എൻ്റേത്. പാഠപുസ്തകം കാണാതെ പഠിച്ച് ഓർമ്മശക്തിയെ മാത്രം മാനദണ്ഡമാക്കിയുള്ള പരീക്ഷയും പാഠ്യരീതിയും മാറേണ്ട കാലം കഴിഞ്ഞു. സർക്കാർ തലത്തിൽ അത് മാറാൻ കാലമേറെ എടുക്കും. എങ്കിലും ഞാൻ എൻ്റെ രീതിയിലേ പഠിപ്പിക്കൂ. മാത്തമാറ്റിക്സ് പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ്. പക്ഷെ ഞാൻ കുറച്ചു നാൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം കണക്കായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒരു പീരീഡിൽ അവസാനം കുറച്ചു നേരം ചർച്ച. അതിൽ വിഷയം ഒരു പ്രശ്നമല്ല. എന്തിനെക്കുറിച്ചും ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ചെറിയ ചെറിയ കഥകളിലൂടെ ആയിരിക്കും ഞാൻ കണക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ കണ്ണൂരാ സാറിന്റെ വീട് അല്ലേ? അതെ. അവിടെ ഭയങ്കര ബഹളവും പ്രശ്നമൊക്കെ ആണെന്നാണല്ലോ കേൾക്കുന്നത്. അതുകൊണ്ടാണോ സാർ ഇങ്ങോട്ട് സ്ഥലം മാറി പോകുന്നത്? ഏയ്, അങ്ങനൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടെ ഒരു പ്രശ്നവുമില്ല. കേരളത്തിലെ ഏറ്റവും സ്നേഹമുള്ള ആളുകളാ ഞങ്ങൾ കണ്ണൂരുകാർ. അങ്ങനെയാണെങ്കിൽ പിന്നെ സാർ ഈ തഴുവാങ്കുന്നിലേക്ക് വരാനുള്ള കാരണം എന്താ? എനിക്കാണെങ്കിൽ എഴുത്തിൻ്റെ ചെറിയൊരു അസുഖമുണ്ടേ. അതിനൊക്കെ കണ്ണൂർ പോലുള്ള തിരക്കുള്ള സ്ഥലം പറ്റില്ല. ഇവിടെ ആകുമ്പോൾ എഴുതാനും വായിക്കാനും പറ്റിയ ശാന്തമായ സ്ഥലമാണ്. അപ്പൊ സാറിന് അസുഖം ഉണ്ടല്ലേ? എന്താ സാർ അസുഖം? വിവരക്കേട് വിളിച്ച് പറയാടാ മരത്തലയാ. ഒരാളൊരു കാര്യം പറയുമ്പോഴാ അവൻ്റെ ഒരു മണ്ടൻ ചോദ്യം. അപ്പൊ ഇനി മുതൽ സാറിന് എൻ്റെ ചായക്കടയിൽ സ്ഥിരമായിട്ട് കഴിക്കാം. സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കുന്നതാ എനിക്കിഷ്ടം. വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. അപ്പൊ ഇതും പോയി. സാരമില്ല, ഇടയ്ക്കോടെ കാലിച്ചായ കുടിക്കാനെങ്കിലും വരുമല്ലോ അല്ലേ? തീർച്ചയായും വരും. വരും വരും വരും. എത്ര നാളായി പറയണതാ ഈ കാലിളകുന്ന ബെഞ്ചും ആ ചില്ലലമാരൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി. ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരുമോ? ഇതുപോലൊരു മണ്ടൻ മുതലാളുടെ കൂടെയാണല്ലോ ഈശ്വര എനിക്ക് ജോലി. മോനെ മോനെ, ഇതും കൂടി കുടിച്ചിട്ട് പോടാ. മതി മതി. ഉമ്മച്ചി എനിക്കൊരു 1000 രൂപ തന്നേ. 1000 രൂപയോ? അതെന്തിനാ? ആ സ്കൂളിൽ ഒരു ആവശ്യത്തിനാ. എടാ മോനെ, നിന്റെ വെളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ മില്ലിച്ചെന്ന് വാപ്പച്ചോട് ചോദിക്കേ. ഇങ്ങനെ ഒരു പിശിക്കും ഉമ്മച്ചി. ഓ, ഈ ചെറുക്കന്റെ ഒരു കാര്യം. എടാ ഭാസ്കര, പാർട്ടി വരുന്നതിന് മുമ്പ് ആ കിഴക്കേ മൂലയിൽ കിടക്കുന്ന തടി എടുത്ത് ആദ്യം അറക്കടാ. അതിനിത്തിരി വെള്ളം കൂടുതലാ. എന്നിട്ട് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഉസ്മാനിക്കയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചോ, എത്ര വേണമെങ്കിലും പ്രതീക്ഷിച്ചോ. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല. കഴിഞ്ഞ തവണയല്ലേ നിങ്ങളുടെ ജില്ലാ സമ്മേളനം എന്ന് പറഞ്ഞ് ഞാൻ വരുവന്നത്. നിനക്കൊക്കെ ഇത് തന്നെ പണിയുള്ളോ? ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, മറ്റേ സമ്മേളനം, മറിച്ചേ സമ്മേളനം. പാപ്പച്ചി, എനിക്കൊരു 1000 രൂപ വേണം പാപ്പച്ചി. എന്റെ കൈതട്ടി സ്കൂളിലെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ഒടിഞ്ഞു പോയി പാപ്പച്ചി. ഒരബദ്ധം പറ്റിയതാണ്. അതിനിപ്പോ 1000 രൂപ ഫൈൻ അടയ്ക്കണമെന്ന്. എന്നാൽ എന്റെ മോൻ ഇനി അതുപോലുള്ള സാധനങ്ങളൊന്നും എടുത്ത് പൊട്ടിക്കരുത്. ചെല്ല്. താൻ ചിരിക്കൊന്നും വേണ്ട. എന്റെ മോൻ ആരാ മോൻ? അവൻ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് എനിക്കറിയാം. അവനൊക്കെയാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. നിങ്ങളേക്കാ സമർത്ഥനാവൻ. ചെല്ല്, പിരിവ് ഞാൻ അങ്ങ് എത്തിച്ചേക്കാം. എടാ ഭാസ്കര, യവൻ ഇത് എവിടെ പോയി കിടക്കുക? രാവിലെ ഇങ്ങനെ അടുത്താണ് വരാൻ തോന്നുന്നു. Frequency modulation is another type of modulation which is used in most of the field, very high frequency, portable, mobile and radios. In this mode of modulation, its frequency is varied in accordance with the modulating signal. Josuti, what is amplitude modulation? What is amplitude modulation? അത് എന്തു പറ്റി ജോസൂട്ടി? സുഖമില്ലേ? ഒന്നുമില്ല ടീച്ചർ. സിറ്റ് ഡൗൺ. ആഹാ, എന്താ രണ്ടുപേരും കൂടെ? ആന്റി, റോസ്മേരി ഇല്ലേ ഇവിടെ? 2 ദിവസമായിട്ട് അവൾക്ക് നല്ല പനിയായിരുന്നു. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. മുകളിലുണ്ട്, കേറി വാ. ഞാൻ ചായ എടുക്കാം.
എന്റെ റോസ്മേരി, ഈ ഗ്യാസ് കുറ്റിയുടെ ഗ്യാസ് പോയിട്ട് ഇപ്പൊ 2 ദിവസമായി. എന്താടാ, എന്തു പറ്റി നിനക്ക്? ദേവസി, എവിടെ പോയി കിടക്ക? ദേവസിയെ, എന്താടാ പിള്ളേരെ, സാറ് വരാൻ ഒരു 5 മിനിറ്റ് താമസിച്ചപ്പോഴേക്കും ഇത്രയും ബഹളം? കാളച്ചന്തേക്കാ മോശമാണല്ലോടാ. അടുത്ത ക്ലാസ് നടക്കല്ലേ? എന്താ മാഷ ഇത്? മാഷന്മാർ വരാൻ അല്പം താമസിച്ചാൽ മതിയോ? മാർ ക്ലാസ് എടുത്ത് മറിച്ചു വെക്കും. ചിന്നുമോളെ, ഇന്നാ മിൽക്കി ബാർ. ചിന്നു, പരിചയമില്ലാത്തൊരു തരുന്നൊന്നും വാങ്ങിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നെ ഉദ്ദേശിച്ചാണോ അന്നാമ്മേ? ഞാനാണ് പരിചയമില്ലാത്ത ആള്. ഇയാളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്? ഇഷ്ടം കൊണ്ടല്ലേ? ഇഷ്ടം? ദേ ചെക്ക, നിന്റെ വെളിച്ചൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാനിത് ചേട്ടായോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ, ചതിക്കല്ലേ അന്നാമ്മേരി തോമസ്. അങ്ങനെ വഴിക്ക് വാ. ഇനി മേലെ എന്നെ ശല്യം ചെയ്യാൻ വരുമോ? ഇല്ല. ചിന്നു, പാടി ഇങ്ങോട്ട്. ഓ, കളയുണ്ടായിരുന്നു. എന്താടി? മിൽക്കി ബാർ. അവളുടെ ഒരു മിൽക്കി ബാർ. വാടി ഇവിടെ. വെച്ചിട്ടുണ്ടേ. ഒരു മിനിറ്റ്. ഇവിടെ പുതിയതായിട്ട് വന്ന നന്ദമാഷിനെ അറിയോ? എവിടുന്ന? കണ്ണൂരിന്ന്. പുള്ളിയുടെ സുഹൃത്താ. ഓ, അത് ശരി. പുള്ളിക്കാരന്റെ വീട് എവിടെയാ? ഇവിടുന്ന് കിഴക്കോട്ട് പോകുമ്പോ ഒരിട വഴി കാണാം. അതിലെ മുന്നോട്ട് പോകുമ്പോ ആദ്യം കാണുന്ന വീടാ. വലിയ ഉപകാരം. എന്നിട്ടുണ്ടല്ലോ വല്യപ്പച്ച, ഞാൻ ചേട്ടായോട് പറഞ്ഞു കൊടുക്കൂന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു പേടി കൊണ്ടായിരുന്നു. നാളെ ഞാൻ അവനെ ഒന്ന് കാണട്ടെ. വേണ്ടവേ, അവൻ വാലും ചുറ്റി പോയില്ലേ? എന്നാൽ അവൻ ഇത്ര ധൈര്യമോ ആ വാൽമാക്രിക്ക്? അങ്ങനെയുള്ളതിനൊക്കെ കൈകാര്യം ചെയ്യാൻ എന്റെ അന്ന കൊച്ചിനറിയാം അല്ലേ മോളെ? പിന്നല്ലാണ്ട്. എന്ത് പറ്റി മോളെ? മിൽക്കി ബാർ. മിൽക്കി ബാർ ഒറ്റ കീറി വെച്ചെന്നുണ്ടല്ലോ. എന്റെ ചിന്നുമോക്ക് വല്യപ്പച്ചൻ വാങ്ങി തരാമല്ലോ മിൽക്കി ബാർ. കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു. പിന്നെ ഇതിനൊക്കെ കുറച്ച് സമയം വേണ്ടേ? ഒരു വലിയ ഉത്തരവാദിത്വ സഹാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഓർമ്മ വേണം. സ്കൂളിൽ രാഷ്ട്രീയ പ്രവർത്തനം സജീവമാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ലെന്ന സഹാവിന് അറിയാലോ. ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സഖാവ് അടുത്ത തവണ വരുമ്പോ ശക്തമായ അണികളുടെ ഒരു നിര തന്നെ ഈ തഴുവാങ്കുന്ന സ്കൂളിൽ കാണാൻ കഴിയും. എന്നാ ശരി, എനിക്ക് 1-2 സ്ഥലത്തൂടെ പോയിട്ട് വേണം മടങ്ങാൻ. ചില ചർച്ചാ ക്ലാസ്സുകളും മറ്റുമുണ്ട്. നാട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ശരി. ഉദാഹരണത്തിന് ഇന്ന് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കണക്കിലെ ഒരു കഥയിലൂടെ ആരംഭിക്കാം. കേൾക്കുമ്പോൾ തോന്നും ഇത് വെറും LP സ്കൂളിലെ കണക്കല്ലേ എന്ന്. പക്ഷേ നിങ്ങൾ +2 വിദ്യാർത്ഥികൾ എത്ര പേരിത് ശരിയായി ചെയ്യുമെന്ന് നോക്കാം. ഒരാൾ 1000 രൂപയുമായി ചന്തയ്ക്ക് പോയി. അവിടെ നിന്നൊരു ആട്ടിൻകുട്ടിയെ വാങ്ങി. വില 650 രൂപ. നല്ല വെളുത്ത സുന്ദരനൊരു ആട്ടിൻകുട്ടി. ചന്തയിൽ നിന്ന് മടങ്ങാൻ നേരം മറ്റൊരാൾ ചോദിച്ചു, ഇതിനെ കൊടുക്കുന്നോന്ന്. കൊടുക്കാൻ ഒട്ടും ഇഷ്ടം ഉണ്ടായിട്ടല്ല, അതുകൊണ്ട് 100 രൂപ കൂട്ടി പറഞ്ഞു. 750 രൂപ. വില ചോദിച്ചയാൾ അതിനെ വാങ്ങി. ചന്തയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അയാൾക്ക് തോന്നി കഷ്ടമായി പോയി. നല്ല ആട്ടിൻകുട്ടിയായിരുന്നു. ഏതായാലും
തിരിച്ചു ചെന്ന് അയാളോടൊന്ന് ചോദിക്കാം. ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 850 രൂപ വേണം. 100 രൂപ നഷ്ടം വരും. എന്നാലും വേണ്ടില്ല. അയാൾ ആ ആട്ടിൻകുട്ടിയെ തിരികെ വാങ്ങി. ദേ പോരാ നേരം മറ്റൊരാൾ ചോദിക്കുന്നു ഈ ആട്ടിൻകുട്ടിയെ കൊടുക്കുന്നോന്ന്. അയാൾക്ക് ദേഷ്യം വന്നു. ഈ ചന്തയിലെന്താ വേറെ ആട്ടിൻകുട്ടിയില്ലേ? അയാൾ പറഞ്ഞു 950 രൂപയാണെങ്കിൽ കൊടുക്കാമെന്ന്. വില ചോദിച്ചയാൾ അതിനെ അങ്ങ് വാങ്ങി. ആട്ടിൻകുട്ടിയെ വാങ്ങാൻ പോയയാൾ വെറും കൈയോടെ വീട്ടിലേക്ക് മടങ്ങി. ഇനി നിങ്ങൾ പറയൂ, ഈ കച്ചവടത്തിൽ ലാഭമെത്ര, നഷ്ടമെത്ര? ഇത് മനക്കണക്കായി കൂട്ടാവുന്നതല്ലേ ഉള്ളൂ. ഉത്തരം കിട്ടി സാർ. എന്താ ഉത്തരം? 200 രൂപ നഷ്ടം. ഇരിക്കും. എന്റെ ഉത്തരം 100 രൂപ ലാഭം. ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. സർ, എനിക്ക് കിട്ടിയത് 200 രൂപ ലാഭം. എനിക്കും 200 രൂപ ലാഭം. കഞ്ഞിവെപ്പുകാരനും കാമുയ്ക്കും ഒരേ ഉത്തരം. ഇതെങ്ങനെ ഒത്തടിയേ? ഒരു ചെറിയ കണക്കിന് ഓരോരുത്തർക്കും ഓരോരോ ഉത്തരമാണ് കിട്ടിയത്. ഫസ്റ്റ് പർച്ചേസ് 650, ഫസ്റ്റ് സെയിൽ 750, സെക്കൻഡ് പർച്ചേസ് 850, സെക്കൻഡ് സെയിൽ 950, ടോട്ടൽ പർച്ചേസ് 1500, ടോട്ടൽ സെയിൽ 1700. സോ പ്രോഫിറ്റ് 200. അപ്പോൾ ഉത്തരം 200 രൂപ. ഈ കണക്ക് നമുക്ക് മറ്റൊരു രീതിയിൽ നോക്കാം. ആദ്യം ഒരു വെളുത്ത ആടിനെ 650 രൂപയ്ക്ക് വാങ്ങി 750 രൂപയ്ക്ക് വിറ്റു. പിന്നെ ഒരു കറുത്ത ആടിനെ 850 രൂപയ്ക്ക് വാങ്ങി 950 രൂപയ്ക്ക് വിറ്റു. ഈ കച്ചവടത്തിൽ എത്രയാ ലാഭം? കണ്ടോ, മുൻപ് പറഞ്ഞ കണക്കിൽ ആദ്യം വിറ്റ ആടിനെ തന്നെ തിരിച്ചു വാങ്ങി എന്നതാണ് നിങ്ങളുടെ ശ്രദ്ധയെ വഴിതെറ്റിച്ച കണക്കിലെ തന്ത്രം. ഇതാണ് കണക്ക്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴിതെറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വഴിതെറ്റിക്കും. എന്തുവാടി ഇത്? എന്റെ ക്ലാസ്സിലെ അമ്മൂന്റെ പൂച്ചക്കുട്ടിയാ. പാവം, അതിന്നലെ ചത്തുപോയി. അമ്മൂന് ഭയങ്കര സങ്കടമായിരുന്നു. ആ പൂച്ചക്കുട്ടി സ്വർഗത്ത് പോവോ വലിപ്പച്ച? എന്റെ മണ്ടി കുഞ്ഞാറെ, എന്നാ സംശയമാടി ഇത്? പോടി എന്നെ കുട്ടി, ആ കൊച്ചിന്റെ ഒരു സംശയമല്ലേ? നീ കൊച്ചല്ലേ ഇതിനേക്കാൾ എന്തോ ഒരു സംശയങ്ങൾ ചോദിച്ചവളാ. ഓ പിന്നെ ചിന്നുമോളെ, ഈ സ്വർഗവും നരവും എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. സ്വർഗം, നരകം, ഈശ്വരൻ, ഇതെല്ലാം മനുഷ്യരുടെ വെറും ഭാവനാ സൃഷ്ടികളാണ്. നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ പോയവരാരെങ്കിലും അതേക്കുറിച്ച് പറയാൻ തിരിച്ചു വന്നിട്ടുണ്ടോ? അപ്പോ ഇതെല്ലാം മനുഷ്യനെ മുതലെടുക്കാൻ വേണ്ടി ചിലർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ മാത്രം. നിങ്ങൾ ഇത് വായിക്കണം. പഠിക്കാനുള്ളത് മാത്രമല്ല, ഇതുപോലുള്ള പുസ്തകങ്ങൾ പലതും. അപ്പോ ഏത് വിഡ്ഢി ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോ ഈശ്വരൻ ഇല്ലെന്നാണോ? ഞാൻ ഭൗതികമായത് മാത്രം വിശ്വസിക്കും. സാറ് നിരീശ്വരവാദിയാണോ? എന്തെങ്കിലും കണ്ടാൽ വിശ്വസിക്കും. കാണാത്ത വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. ദൈവത്തെ വിശ്വസിക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്നാണോ സാറ് പറയുന്നത്? മനുഷ്യരുടെ വേദനയെ, രോഗങ്ങളെ, ഭയത്തെ എല്ലാം മുതലെടുത്താണ് ഇവിടെ ദൈവങ്ങൾ നിലനിൽക്കുന്നത്. ഈ നന്ദൻ സാർ എന്തൊക്കെ അസംബന്ധങ്ങളാ ക്ലാസ്സിൽ പറയുന്നത്? ഇങ്ങേരാര് യുക്തിവാദി സംഘടനയുടെ ആളോ? അതുകളാ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയങ്ങൾ മണ്ണാൻ കെട്ട. എടാ, നിനക്കിത് എന്ത് പറ്റി? എന്താടാ ഇത്? നന്ദൻ സാർ തരുന്ന ഇതുപോലത്തെ ചപ്പ് ചവർക്ക വായിച്ച് മനസ്സ് വെറുതെ ചീത്തയാക്കരുത്. നീ പോടി, എനിക്കറിയാം ഏതാ നല്ലത് ഏതാ ചീത്തയെന്ന്. ഓ, ദൈവവിശ്വാസം ഇല്ലാത്ത ഒരുത്തനെ എന്റെ അപ്പ പെണ്ണു കൊടുക്കില്ലടാ. വേണ്ടടി, ആ കലാമണ്ഡലം മീനെ ഇപ്പോഴും ക്യൂവിലുണ്ട്. നീ പോടാ. ജോസൂട്ടിയേ,
എന്താ വല്യപ്പച്ച? ഏതാടാ പെണ്ണ്? ഏത് പെണ്ണ്? അതെ ചേട്ടായുടെ ലൈനാ. ലൈനോ? അതെ വല്യപ്പച്ച. ലൈൻ എന്ന് പറഞ്ഞ പ്രേമിക്കുന്ന ചെറുക്കൻ. ഈ വല്യപ്പച്ചനൊന്നും അറിയത്തില്ല. മൊട്ടൊന്നും വിരിഞ്ഞില്ലോടി കാണ്ടാരി. നീ കൊള്ളാമല്ലോടി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യമേ. ഇവളമാര് വെറുതെ പറയാ വല്യപ്പച്ച. അല്ല, ചീത്ത കൂട്ടുകെട്ടിലൊന്നും നീ പെടുകയല്ലെന്ന് എനിക്കറിയാം. അയ്യോ, ആ ചേച്ചി നല്ല ചേച്ചിയാ, എനിക്കറിയാം. പഠിത്തമായിരിക്കണം പ്രധാനം. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം, അന്ധമായ മതവിശ്വാസങ്ങളുടെ കെട്ടിൽ നിന്ന് പുറത്തു വന്ന് സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു പുതിയ തലമുറ, അതായിരിക്കണം നിങ്ങൾ. വർഗശത്രുവിനെ സ്നേഹിക്കുക എന്ന ആശയമല്ല, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇക്കാലത്തെ വിജയമന്ത്രം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ. മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി. കർത്താവ് ഇടിയും കന്മഴയും അയച്ചു. അത് ഈജിപ്തിലെ വയലുകളിലുണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻമരങ്ങളെയും നിശേഷം തകർത്തു കളഞ്ഞു. ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷേനിൽ മാത്രം കന്മഴ പെയ്തില്ല. അനങ്കത്തെ വെള്ളം. എനിക്കറിയത്തില്ല എന്റെ വല്യപ്പച്ച, എപ്പോ നോക്കിയാലും അങ്ങ് വായനയാ. എന്താ മോനെ കൊച്ചിയിട്ടിരിക്കുന്നേ? വല്ലാത്ത തലവേദന, കിടക്കുമായിരുന്നു. പനിയൊന്നുമില്ലല്ലോ. ഒരു ചുക്കാപ്പി ഇട്ട് തട്ടെ? വേണ്ട, അതിന് മാത്രമൊന്നുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ? കിടന്നു.
എന്താ പേരുക്കുഞ്ഞേട്ടാ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ഇങ്ങനല്ലല്ലോ പതിവ്. ഇതെന്ത് പറ്റി? എൻ്റെ ജോസൂട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ആ, പഠിത്തത്തിൽ എന്തെങ്കിലും ശ്രദ്ധ കുറവ്? പഠിക്കാനുള്ളതൊന്നും അല്ല അവനിപ്പോ വായിക്കുന്നത്. പിന്നെന്താ? വേറെന്തൊക്കെയാണ്. ചോദിച്ചാ പറയും ജനറൽ നോളജ് ആണെന്ന്. ഓ, അതാണോ? അതൊക്കെ വായിക്കണം. പരീക്ഷയ്ക്ക് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഒരു പ്രശ്നവുമില്ല പൈക്കുഞ്ഞേട്ടാ. ജോസൂട്ടി മിടുക്കനാ. റാങ്ക് ഒക്കെ കിട്ടി. അവന്റെ പടം പത്രത്തിലും ടിവിയിലും ഒക്കെ വരും. നിങ്ങൾ നോക്കിക്കോ. ഇതെന്തു പറ്റി? ഇനി വല്ല അസുഖമായിട്ടാണോ? പൈലിക്കുഞ്ഞേട്ടാ, എന്തോ ഒരു ആലോചന. അരി വെള്ളത്തിലിടണ്ടേ? സുഖമില്ലെങ്കിൽ വീട്ടിലേക്ക് പൊയ്ക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. എനിക്ക് അസുഖമൊന്നുമില്ല. എന്തോ പന്തികേടുണ്ടല്ലോ. എവിടെ അനീതി കണ്ടാലും എതിർക്കണം. പലപ്പോഴും പ്രതികരണശേഷി ഇല്ലാതെ പെരുമാറുന്നതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കുഴപ്പം. നിങ്ങൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് തികച്ചും അവബോധമുള്ളവരാകണം. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അതെന്ത് വില കൊടുത്തും പിടിച്ചു വാങ്ങണം. ലോക സമ്പത്തിൻ്റെ ഏതാണ്ട് 70% 4-5 രാജ്യങ്ങളിലെ 100-180 വ്യക്തികളുടെ കൈകളിൽ മാത്രമാണുള്ളത്. അത് പിടിച്ചെടുത്ത് ഈ ലോകത്തെ പട്ടിണി പാവങ്ങൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കണം. അതായത് സ്വകാര്യ സ്വത്ത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. 4000 കോടി രൂപയുടെ വീട് പണിയുന്ന തമ്പ്രാക്കന്മാരുടെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ജനലക്ഷങ്ങൾ കഷ്ടപ്പെടുന്ന രാജ്യത്താണിതെന്ന് ഓർക്കണം. എന്താടോ? ഏയ്, ഒന്നുമില്ല. താൻ കുറെ നേരമായല്ലോ എൻ്റെ ക്ലാസ് വാച്ച് ചെയ്യുന്നു. താൻ ആരാ, പ്രിൻസിപ്പാളോ അതോ ഡിഇയോ? അവിടെ നിന്നേ. കഞ്ഞിവെപ്പുകാരൻ ആ പണി ചെയ്താൽ മതി. പറഞ്ഞ കേട്ടല്ലോ. ഏതായാലും മാഷ് വന്നേ പിന്നെ പ്രതീക്ഷാ ട്യൂഷൻ സെന്റർ കാര്യം പോക്കായി. അതെന്താ? മാഷ് കണക്ക് പഠിപ്പിച്ചാൽ പിന്നെ പിള്ളേർക്ക് ട്യൂഷൻ വേണോ? അത് ശരിയാ. നമ്മുടെ ട്യൂഷൻ സാറിന്റെ കാര്യം കഷ്ടത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആരുടെയും കാര്യം കഷ്ടത്തിലാക്കണമെന്ന് എനിക്കില്ല. ഏറ്റെടുത്ത ജോലി ആത്മാർത്ഥമായി ചെയ്യണം. അതാണ് എൻ്റെ പോളിസി. മാഷ് ഇപ്പം പറഞ്ഞതാ ശരിയായ പോളിസി. സിലബസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുക. നന്ദൻ മാഷ് കുട്ടികൾക്ക് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത്. അതത്ര ശരിയാണോ? നമ്മുടെ പാഠ്യരീതി ശരിയാണ്. പുത്തൻ തലമുറയ്ക്കും വരും തലമുറയ്ക്കും പ്രയോജനപ്പെടുന്ന ഒന്നും നമ്മുടെ സിലബസിലില്ല. അവർക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അവർ വായിച്ചു വളരട്ടെ. സംഘടനാശേഷിയും പ്രതികരണശേഷിയും ഒക്കെയുള്ള ഒരു നല്ല തലമുറയായി അവരെ വാർത്തെടുക്കണം. അതാണ് ഇന്നിന്റെ ആവശ്യം. മനസ്സിലായോ? ഓ, എന്നാ വിവരമായി മാഷിന്. ഇതുപോലൊരു മാഷ് വന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാണ്. ഞാൻ നന്ദൻ സാറിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. എന്താ അത്? എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്. നല്ല വെളുത്ത് കൊലുന്നതിന് ഒരു സുന്ദരി കുട്ടി. സാറിന് മാച്ച് ആയിരിക്കും. ഒന്ന് ആലോചിക്കട്ടെ. ഞാനിപ്പോ കല്യാണത്തെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. അഥവാ ആലോചിച്ചാൽ തന്നെ ജോലിയുള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ജോലിയുള്ള സുന്ദരികളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് ചില കടമകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷമേ. എന്താ, പെങ്ങന്മാരെ ആരെങ്കിലും കെട്ടിക്കാനുണ്ടോ? അതൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് മിശ്രവിവാഹമാണ് ഏറ്റവും നല്ലത്, അല്ലേ സാറേ? അതെ അതെ. അതാകുമ്പോ ഈ സർക്കാരിൽ നിന്നൊക്കെ ഒത്തിരി ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഒരല്പം നിറം കൂടി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര അഹങ്കാരിയായി പോനെ. അല്ല, നിറം ഒരല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം എനിക്കുണ്ടല്ലോ, അല്ലേ? നിങ്ങൾ ആരും സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചറിഞ്ഞില്ലേ? ഇല്ല.
എപ്പോഴാ വിളിച്ചത്? കുറച്ചു മുമ്പാ തീരുമാനിച്ചത്. സ്കൂളിലെ ഇലക്ഷനെ പറ്റി എന്തോ ആലോചിക്കാനാ. അപ്പോ മുൻകാലങ്ങളിലെ പോലെ നമ്മൾ ഈ വർഷവും സ്കൂൾ ഇലക്ഷൻ നടത്തുകയാണ്. അതേപറ്റി ചർച്ച ചെയ്യാനാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. പതിവ് പോലെ ഒരു രാഷ്ട്രീയ ഇടപെടലും കൂടാതെയാണ് നമ്മുടെ ഈ ഇലക്ഷൻ. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. സർ, എനിക്കൊരു സജഷൻ ഉണ്ട്. നമ്മുടെ ഈ സ്കൂളിൽ എല്ലാ വർഷവും ഓരോ ക്ലാസ്സിലെയും ലീഡറെ തിരഞ്ഞെടുക്കും. അവർ സ്കൂൾ ലീഡറെയും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കുട്ടികൾക്കും 2 വോട്ട്. ഒരു വോട്ട് ക്ലാസ് ലീഡർക്കും മറ്റൊന്ന് സ്കൂൾ ലീഡർക്കും. അങ്ങനെയാവുമ്പോൾ സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാ കുട്ടികൾക്കും പങ്കുണ്ടാകും. ഒരു പ്രസിഡൻഷ്യൽ രീതിയാണോ സാർ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്കിത് നല്ല നിർദ്ദേശമായിട്ടാ തോന്നുന്നു. എനിക്കും ഈ അഭിപ്രായം തന്നെയാ. വളരെ നല്ല നിർദ്ദേശമാണ് സാറേ. എനിക്കിതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഈ രീതിയിൽ ഇലക്ഷൻ നടത്തിയ അത് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ ഒരു മത്സരമായി മാറും. ഈ ഖാദർ സാറിന്റെ ഒരു കാര്യം. മത്സരിക്കട്ടെ, എല്ലാ കാര്യത്തിലും കുട്ടികൾക്ക് വീറും വാശിയൊക്കെ വേണമല്ലോ. അതെ അതെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഖാദർ മാസ്റ്റർ പറഞ്ഞതിൽ കാര്യമുണ്ട്. കഴിഞ്ഞ 31 വർഷമായിട്ട് ഈ സ്കൂളിൽ രാഷ്ട്രീയമില്ല. അതുകൊണ്ട് ഇവിടെ സ്വസ്ഥതയും സമാധാനമുണ്ട്. പക്ഷേ ഈ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ ഈ സ്കൂളിലേക്ക് ക്ഷണിച്ചു വരുത്തലായിരിക്കും ഫലം. നാരായണന്റെ കാര്യം അറിയാമല്ലോ. ഞാൻ ഈ സ്കൂളിൽ വന്നത് മുതൽ ശ്രദ്ധിക്കുക. ഈ സ്കൂളിലെ ഓരോ കാര്യത്തിലും ഇയാളുടെ അനാവശ്യമായ ഇടപെടലും ചോദ്യം ചെയ്യലും ഒക്കെ. താൻ ആരാന്നാ തന്റെ വിചാരം? ജോലി സ്ഥിരതയില്ലാത്ത കഞ്ഞിവെപ്പുകാരനായ താൻ ആ പണി നോക്കിയാൽ മതി. വിദ്യാഭ്യാസമുള്ള സർക്കാർ ജീവനക്കാരായ ഞങ്ങളെ ഭരിക്കാൻ വരണ്ട. നന്ദമാഷ് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. തന്നോട് ഇത്രയും മാന്യതയൊക്കെ മതി. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ഇവിടുത്തെ പഴയ PTA പ്രസിഡന്റ് ആയിരുന്നു. പഴയ ചരിത്രമൊന്നും ഇവിടെ വിളമ്പണ്ട. ഇനി സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചാൽ സ്റ്റാഫ് അല്ലാത്ത ഇയാൾ വരാൻ പാടില്ല. വന്നാൽ ഞങ്ങൾ അധ്യാപകർ പങ്കെടുക്കില്ല. ഞാൻ പോയേക്കാം. ഇതൊരു തുടക്കമാണ്. വരാൻ പോകുന്ന ഒരു മഹാവിപത്തിന്റെ തുടക്കം. അത് ശരിയാ. എന്ത് വന്നാലും നമ്മുടെ ക്ലാസ് നിന്നാവണം ലീഡർ. നമുക്ക് സമർത്ഥനം നിർത്തിയാലോ ഇജാസിനെ? അത് ശരിയാവില്ല. നീ തന്നെ നിന്നാ മതി. ശരിയാ, ഇജാസ് മതി. നിങ്ങളിങ്ങനെ നിർബന്ധിക്കുമ്പോ എടാ സമർത്ഥ, കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ തന്നെ അതിന് പറ്റിയ ആള്. ജോസൂട്ടി, എന്താ നിനക്ക് പറ്റിയേ? നീ എന്നോട് മിണ്ടി പോലുമില്ല. ഇല്ലേ? ഇതാ കുഴപ്പം. നീ ഓർക്കുന്നില്ല. ഈയിടെയായി നിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും കുറെ മാറ്റങ്ങൾ വന്നു. നിന്റെ ചിരി വരെ മാറിപ്പോയടാ. നീ എന്തായി പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മാത്രമല്ല, നമ്മുടെ ക്ലാസ്സിലെ പല കുട്ടികൾക്കും അത് മനസ്സിലാവുന്നില്ല. എപ്പോഴും നിന്നെ ശ്രദ്ധിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. എല്ലാം ആ നന്ദൻ സാറ് വന്നത് പിന്നെയുള്ള മാറ്റങ്ങളാണ്. എന്തൊക്കെയാ അങ്ങനെ പഠിപ്പിക്കുന്നത്? സമരങ്ങൾ, വിപ്ലവം, നിരീശ്വരവാദം, മണ്ണാങ്കട്ട. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ സംസാര രീതി പോലും മാറിപ്പോയി. കടിച്ചാ പൊട്ടാത്ത കുറെ വാക്കുകളും പ്രയോഗങ്ങളും. എന്റെ പൊന്നു റോസേ, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. എടാ, എനിക്ക് ട്യൂഷന് സമയമായി. നീ പിന്നെ എന്റെ മൊബൈലിൽ വിളിക്കാമോ? ഓ. ഈ വരുന്ന ഞായറാഴ്ചയാണ് ചടങ്ങ്. ഇക്ക എത്താതിരിക്കരുത്. തീർച്ചയായിട്ടും ഞാൻ വരാം. എന്നാ ശരി. ശരി. ഇക്ക, ഞാൻ നന്ദൻ, ഇജാസിന്റെ മാഷ. മാഷിനെ കുറിച്ച് അവൻ എപ്പോഴും പറയാറുണ്ട്. എടാ മൊയ്തു, 2 സുലൈമാനിയുണ്ട്. ഒന്നും വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചതേ ഉള്ളൂ. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറയാനാ വന്നത്. നമ്മുടെ ഇജാസ് എന്തേ അവൻ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? ഏയ് ഇല്ല ഇല്ല, അവനെ മിടുക്കന, നല്ല രാഷ്ട്രീയ ഭാവിയുള്ള പയ്യൻ. സ്കൂൾ ലീഡറായിട്ട് മത്സരിക്കാൻ ഇക്ക സമ്മതിച്ചാ മതി. അവനെ ഇലക്ഷൻ നിർത്താനും രാഷ്ട്രീയത്തിൽ ഇറക്കാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ മാഷ് വന്ന് പറയുമ്പോൾ വേണ്ടാന്ന് എങ്ങനെ പറയും? പിന്നെ ദേ മാഷ്, ഇലക്ഷന് നിന്നാൽ എന്ത് വില കൊടുത്തും നമുക്ക് ജയിക്കണം.
അതൊക്കെ ഞാൻ ഏറ്റു. നമ്മുടെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ അവനുണ്ടാവും, ജയിക്കുകയും ചെയ്യും. മതി. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആയിക്കോട്ടെ. ശരി. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നിന്നോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിൽക്കുവാണെങ്കിൽ സ്കൂൾ ലീഡറായിട്ട് തന്നെ നിൽക്കണം. ക്ലാസ് ലീഡറായിട്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം കുറെ കാശൊക്കെ നമുക്ക് മുടക്കാം. ഡേ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് പുള്ളേനെ ചാടിക്കില്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കെ. നിനക്ക് എന്തറിയാം? ഇവന് രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ട്. ബസ്സിന് കല്ലെറിഞ്ഞവരും തമ്മിത്തല്ലും കത്തിക്കുത്തും നടത്തിയവരൊക്കെയാ ഇന്ന് ഇവിടുത്തെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ. നിനക്ക് വല്ല വിവരമുണ്ടോ? എന്റെ പടച്ചോനെ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ അനങ്ങാപ്പാറ നയമായിട്ടിരിക്കുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രശ്നം. നമ്മൾ എന്ത് വേണമെന്നാ നേതാവ് പറയുന്നത്? നമ്മളും കളിക്കണം, എന്നാലേ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുള്ളൂ. ദേ ഇപ്പൊ തന്നെ അവന്മാര് സ്കൂൾ ഇലക്ഷനിൽ ആ മില്ലുകാരന്റെ മകനെ അവരുടെ ആളാക്കി നിർത്തി. അവൻ ജയിച്ചു കയറിയാൽ സ്കൂൾ അവരുടെ കയ്യിലാവും. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ അന്തസാർ. ഞാനൊരു ഐഡിയ പറയാം. നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചാക്കോച്ചന്റെ മകനില്ലേ, അവൻ ആ സ്കൂളിലല്ലേ പഠിക്കുന്നത്? എന്താ പയ്യന്റെ പേര്? ജോജി. അവനെ നമുക്ക് മറ്റവനെതിരെ നിർത്തണം. എന്നിട്ട് എന്ത് തന്ത്രം പ്രയോഗിച്ചും തോൽപ്പിക്കണം. സമ്മതമാണെങ്കിൽ ഒന്ന് കൈയടിക്കെങ്കിലും ചെയ്യടാകൂവേ. ഇങ്ങനെ കുറെ ഉണ്ണാമന്മാർ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുകയാണല്ലോ ഖാദർ സാറേ. ഞാൻ ഇതൊക്കെ അന്നേ പറഞ്ഞതല്ലേ സാറേ. പ്രിൻസിപ്പൽ സാറേ, നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ രാഷ്ട്രീയത്തിന്റെ വിഷം കുത്തിവെച്ച് അവരെ തമ്മിൽ അടുപ്പിച്ചാല് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈൽ കുഞ്ഞേട്ടാ? എലക്ഷൻ വേണ്ടി നോക്കണം. പറ്റുമോ? അതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ പോക്ക് പോയാൽ പലതിനും ഉത്തരം പറയേണ്ടി വരും. നീ ആ ഇജാസിന് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതൊന്നും വേണ്ട മോനെ. സ്കൂളിലെ മിക്ക കുട്ടികളും ഇലക്ഷൻ പ്രവർത്തനത്തിനുണ്ട് വലിപ്പിച്ച. അപ്പൊ ഞാൻ മാത്രം? ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാല് ഒരു രക്തസാക്ഷി പഠിച്ചിരുന്ന സ്കൂളിലാണ് നീയും പഠിക്കുന്ന ഓർമ്മ വേണം. എനിക്ക് നീയേ ഉള്ളടാ. ഈ കുഞ്ഞുങ്ങളെ ഒരു നിലയിലെത്തിക്കണ്ടേ? അതുവരെ ജീവിച്ചിരിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. നീ വേണം ഇവരെ സംരക്ഷിക്കാൻ. എനിക്കറിയാം വല്യപ്പച്ച. പക്ഷേ അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റു പലരെയും സംരക്ഷിക്കാനുള്ള ചുമതല എനിക്കുണ്ട് വലിപ്പിച്ച. മനസ്സിലായില്ല. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അറിയില്ലേ? അതിനെയൊക്കെ നേരിടാൻ സ്കൂളുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ എന്താ വലിപ്പിച്ച കുഴപ്പം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇനി ഒരു പ്രവർത്തനത്തിനും പോകണ്ട. എനിക്കത് ഇഷ്ടമല്ല. വല്യപ്പച്ചൻ അങ്ങനെ പറയരുത്. എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കണം, ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കണം, ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും അറിയണം, പഠിക്കണം. അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അതാണ് എന്റെ ലക്ഷ്യം. വല്യപ്പച്ചനോട് വഴക്കൂടല്ലേ ചേട്ടായി? അതാണോടാ നിന്റെ ലക്ഷ്യം? അതെ, അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. ചേട്ടായി, എനിക്ക് പേടിയാവുന്നു വല്യപ്പച്ച. വല്യപ്പച്ചൻ എന്താന്ന് പള്ളിയിൽ നിന്ന് വരാൻ താമസിച്ചത്? ഒരാളെ കാണാനുണ്ടായിരുന്നു. ഞങ്ങൾ പോവാ. വല്യപ്പച്ച, ഉമ്മ, ടാറ്റാ.
ഇതെന്ത് പറ്റിയതാ ജോജി? ഞാനേ ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോവായിരുന്നു. വയൽ ഇജാസിന്റെ മില്ലിലെ കുറെ പണിക്കാരെതിരെ വന്നു. അവരിലൊരു തടിയൻ, നീ ഇജാസിനെതിരെ മത്സരിച്ചാൽ നിന്റെ കൈയും കാലും തല്ലുടിക്കുമെന്ന് പറഞ്ഞ് എന്നെ ആക്രമിച്ചു. ഞാൻ പഴയ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് അവന്മാർക്ക് അറിയില്ലല്ലോ. പിന്നെ ഒരു പൊരിഞ്ഞ അടിയായിരുന്നു. അവര് കുറെ പേരുണ്ടായിരുന്നല്ലേ പറഞ്ഞേ? എങ്കിലും ഞാൻ അവരെ കൈകാര്യം ചെയ്തു. ആ ചെറിയ പരിക്കൊക്കെ എനിക്കും പറ്റി. ഓ എന്നാ വേദനയാ. എന്നാലും ഇജാസ് ഇത്ര മോശക്കാരനാണെന്ന് കരുതിയില്ല. പാവം ജോജി. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. വാ. ഇതെന്ത് പറ്റിയതാടാ? ബൈക്കിൽ നിന്ന് വീണതാ. ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണ്ടേ? എവിടെങ്കിലും വായി നോക്കി ഓടിച്ചോളൂ. സത്യത്തിൽ ഇത് എന്ത് പറ്റിയതാ? ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് മുറിവാടാ. ഒരു സഹതാപതരംഗം സൃഷ്ടിക്കാൻ ഞാൻ ഒരു സ്റ്റണ്ട് ചുമ്മാ അങ്ങ് ക്രിയേറ്റ് ചെയ്തതാ. മച്ചാ നീ ഒരു സംഭവമാടാ, അല്ല പ്രസ്ഥാനം. പിന്നെ ഒരു പൊരിഞ്ഞ അടിയായിരുന്നു. അവസാനം ഞാൻ അവന്മാരെ അടിച്ചോടിച്ചു. ഞാൻ നിന്നെ ആളെ വിട്ട് തല്ലിച്ചൊന്ന് പറഞ്ഞോണ്ടാ. അതേടാ, നീ നിന്റെ മില്ല ഗുണ്ടകളെ വിട്ട് എന്നെ തല്ലിച്ചില്ലേ? സത്യമല്ലേ അത്? അവരൊന്ന് തുമ്മിയ നിന്റെ പൊടി പോലും കല്ല, പിന്നല്ലേ തല്ലിയാല്. പോടാ, രാത്രി ആളെ വെട്ടി തല്ലിക്കാതെ ആണാണി നേരെ വന്നല്ലടാ സമർത്ഥ. അത് തന്നെയാടാ ചെയ്യാൻ പോണത്. പിന്നെ ഓലത്തും പരിക്കുഞ്ഞേട്ടാ ഒന്ന് നിന്നേ. സ്കൂളിൽ ഒരു ചെറിയ കശപിശ, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. താൻ കാര്യം പറയടോ. എൻ്റെ മക്കൾക്ക് വല്ല അപകടം പറ്റിയോ? ഇല്ല, ആ കശപിശയ്ക്കിടയിൽ ജോജിക്ക് കുത്തേറ്റു. ഇജാസിനെയും ജോസൂട്ടിയെയും കാണാനില്ല. വാ മക്കളെ, രണ്ടുപേരും വന്ന് കഞ്ഞി കുടിക്ക്. വാ, വിളമ്പി വെച്ചിട്ട് കുറെ നേരമായി. ചൂടാറിക്കാണും. വേണ്ട ലക്ഷ്മിച്ചി. ചേട്ടാനെ പോലീസ് പിടിക്കോ വല്ലപ്പച്ച? പിടിച്ച അവര് തല്ലൂലേ? വല്യപ്പച്ചൻ ഒന്ന് പോയി നോക്കിയേ. ചേട്ടായിയെ കണ്ട ആരും കാണാതെ ഇങ്ങ് വിളിച്ചോണ്ട് പോരെ.
കഞ്ഞി കുടിക്കുക. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൊലപാതക രാഷ്ട്രീയവും നിരീശ്വരവാദവും കുത്തിവെച്ചിട്ട് എന്ത് നേടി മാഷേ? എന്റെ ജോസൂട്ടി ആരെയും കുത്തിയിട്ടില്ല. നിങ്ങളൊക്കെ എത്ര വിചാരിച്ചാലും അവന്റെ മനസ്സ് അത്രയും കഠിനമാക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ നന്ദൻ മാഷ് കാലുകുത്തി അന്ന് മുതൽ ഇവിടെയുള്ളവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. സഖാമത്ത് എത്ര താമസേ? ഞാൻ ഹോസ്പിറ്റൽ വരെ പോയിരുന്നു. ആ പിള്ളേരുണ്ട് ഇവിടെ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഒരു കയ്യബദ്ധം പറ്റിയതാ സാറേ, അറിഞ്ഞോണ്ടല്ല. ആ സാരമില്ല. ജോജിക്ക് എന്തെങ്കിലും? ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്നാ ശരിയാവില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നീയിപ്പോ എങ്ങോട്ടാ ഒന്ന് മാറി നിൽക്ക? എൻ്റെ ഒരു മാമയുടെ മോൻ എറണാകുളത്തുണ്ട്. ആ എങ്കിൽ അതാ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒട്ടും സമയം കളയണ്ട. ഈ രാത്രി തന്നെ പോകുന്നതാ ബുദ്ധി. ധൈര്യമായിട്ട് ചെല്ല്, ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പരീക്ഷണമാണെന്ന്. കേരളത്തിലെ കോളേജുകളിൽ നിന്നും പ്രീ ഡിഗ്രി വേർപെടുത്തിയതോടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ, അതുവഴി യുവജന പ്രസ്ഥാനത്തിന്റെ സമര സംഘടനാ ശേഷി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രതിസന്ധി നിറഞ്ഞ യാഥാർത്ഥ്യമാണ്, അനിവാര്യമായും മറികടക്കേണ്ട ഒന്ന്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നന്ദൻ മാഷെ നമ്മളൊരു ദൗത്യമേൽപ്പിച്ച് തഴുവാങ്കുന്ന് സ്കൂളിലേക്ക് വിടുന്നത്. നന്ദൻ മാഷിന്റെ ദൗത്യം വിജയിച്ചാൽ അത് നമ്മുടെ സമര സംഘടനാ പ്രവർത്തനത്തിന് ആശയും പ്രതീക്ഷയുമാവും. അവിടെ ഉയർത്തുന്ന മാതൃക നമുക്ക് മറ്റ് സ്കൂളുകളിലേക്കും പകർത്താം. അങ്ങനെ കേരളത്തിലെ സ്കൂളുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലൂടെ 70കളിലെയും 80കളിലെയും തീക്ഷ്ണ യൗവനത്തിന്റെ പുതിയ പതിപ്പുകളെ നമുക്ക് വാർത്തെടുക്കാം. സഖാവ് കിടക്കുന്നില്ലേ? കുറച്ച് കഴിയട്ടെ. എന്താ സഖാവേ? എന്തോ എന്റെ മനസ്സിന് നല്ല സുഖം തോന്നുന്നില്ല. നമ്മൾ ഇതുവരെ വിശ്വസിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ തെറ്റായിരുന്നു എന്നൊരു സംശയം. രാഷ്ട്രീയ വൈരാഗ്യം പോലെയല്ല. ഒന്നും അറിയാത്ത പാവം കുട്ടികളെ നമ്മൾ ചതിക്കായിരുന്നില്ലേ? എന്താ സഖാവേ ഇപ്പൊ ഇങ്ങനൊരു സംശയം? ഇത്രയധികം സമരങ്ങളും വിപ്ലവങ്ങളും നടത്തിയിട്ട് നമ്മളും നമ്മുടെ പാർട്ടിയും എന്ത് നേടി? നിരപരാധികളായ കുറെ മനുഷ്യരുടെ ചോര ചീന്തിയതല്ലാതെ, കുറെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചതല്ലാതെ ഈ ലോകത്തിന് എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയത്? അധികാരം നിലനിർത്താൻ വേണ്ടി റഷ്യയിലും ചൈനയിലും അങ്ങനെ ലോകത്തിന്റെ പലയിടത്തും നമ്മുടെ പാർട്ടി സൃഷ്ടിച്ച ചോരക്കറകൾ മറയ്ക്കാൻ വിരിച്ചിട്ട ചുവപ്പ് പരവധാനികൾ സാധാരണക്കാരായ ജനങ്ങൾ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്താ സഖാവേ, സഖാവിന് എന്താ പറ്റിയേ? ഇല്ല സഖാവേ, എനിക്ക് മടുത്തു നമ്മുടെ പ്രസ്ഥാനത്തെ, അതിന്റെ പ്രവൃത്തികളെ. നമ്മൾ ചെയ്ത ക്രൂരതകൾ പിടഞ്ഞ നിരപരാധികളുടെ നിലവിളികൾ പലപ്പോഴും എന്റെ ഉറക്കം കെടുത്തുക. മിക്കപ്പോഴും കാണുന്ന ദുസ്വപ്നങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇപ്പൊ മറ്റൊന്നുകൂടി. ഞാൻ തിരിച്ചു പോവാ. ഇവിടെ ഈ തഴുവാങ്കുന്നിലെ നിഷ്കളങ്കരായ കുട്ടികളുടെ മുന്നിൽ
ഒരു അധ്യാപകനായി തുടരാൻ എനിക്കിനി സാധിക്കില്ല. എന്നാലും എന്റെ അജ്മലേ, എങ്ങനെയാടാ ഇത്രയും കുറച്ച് സമയം കൊണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയേ? ജോസൂട്ടിക്ക് അറിയോ, 2 വർഷം മുമ്പ് ഞാനിവനെ കാണുമ്പോ ഒരു പൊട്ട ബൈക്ക് മാത്രം ഉണ്ടായിരുന്നവനാ. ഇപ്പൊ ഹോണ്ട സിറ്റി കാറ്, അടിപൊളി ഫ്ലാറ്റ്. മച്ചാ, എന്താണ് അതിന്റെയൊക്കെ രഹസ്യം? എല്ലാം വിശദമായി പറയാം. നിങ്ങൾ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി ഫ്രഷാ. നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. വെരി സിമ്പിൾ. നമ്മൾ കഠിനാധ്വാനം ചെയ്യണമെന്നാണല്ലോ പഠിച്ചിട്ടുള്ളത്. എടാ, പാറക്കല്ല് ചുമന്നൊന്നും ഇവിടെ ആരും മുതലാളിമാരായിട്ടില്ല. നീ വളച്ചൊടിക്കാതെ കാര്യം പറ. കുറച്ച് റിസ്ക് ഉള്ള പണിയാ. നിനക്കൊന്നും അത് പറ്റുമെന്നും തോന്നുന്നില്ല. അതിനുള്ള ആംബിയർ നിനക്കൊക്കെ ഉണ്ടോ? എടാ, ഒരുത്തനെ കുത്തി മലത്തിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടി കയറിയത്, അല്ലാതെ ചീള അടിപിടിക്കാസൊന്നുമല്ല. നീ കാര്യം പറ. എനിക്ക് കുറച്ച് നാള് വടക്കേന്ത്യയിലെ ഒരു അതിർത്തി പ്രദേശത്തായിരുന്നു ജോലി, ഒരു ക്യാരിയറായിട്ട്. എന്ന് വെച്ചാ ഒരു സ്ഥലത്ത് നിന്നും കുറെ സാധനങ്ങൾ വേറൊരു സ്ഥലത്ത് എത്തിക്കുക, അത്ര തന്നെ. എന്ത് സാധനം? കുറച്ച് സ്പെയർ പാർട്സ്, അത്രേ ഉള്ളൂ. അതിലെന്താ എത്ര റിസ്ക്? ചിലപ്പോ അതിന്റെ കൂടെ മറ്റവന്റെ പാർട്സും കാണും. മറ്റവനോ? ആ, ആയുധങ്ങൾ. വേണ്ട ജാസേ, നമുക്ക് ഈ പണി വേണ്ട. ഒറ്റയടിക്ക് വേണ്ടെന്ന് പറയണ്ട, ഒന്ന് ആലോചിക്കും. ഏതായാലും നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് നാൾ മാറി നിൽക്കണം. ആ സമയത്ത് കുറച്ചേറെ കാശുണ്ടാക്കാൻ പറ്റിയ ഒരു ജോലി, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ പണി വേണമെന്ന് പറഞ്ഞാലും സാബാണ് തീരുമാനിക്കുന്നത് എടുക്കണോ വേണ്ടയോ എന്ന്. ഏതായാലും ഞാൻ സാബിനെ ഒന്ന് വിളിക്കാം. ആ കുത്തുകൊണ്ട പയ്യനെ പറ്റി വല്ല വിവരമുണ്ടോ? ഒന്നും പറയാറായിട്ടില്ലെന്നാ കേട്ടത്. എന്നാൽ ഇവന്മാർക്ക് ഇതെങ്ങനെ തോന്നി ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യാൻ? അവന്മാരെ പറ്റി വല്ല അറിവുണ്ടോ? ഏയ്, ഒരു വിവരമില്ല. പണ്ടേ നാട് വിട്ട് കാണും. രാഷ്ട്രീയക്കാരുടെ ശല്യമില്ലാതെ എത്ര സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന നാട് സ്കൂളുമായിരുന്നു നമ്മുടേത്. ആ ഇനി രാത്രി എങ്ങനെയാവും വന്നാ കഞ്ഞി വേണ്ടേ മക്കളെ? വരും, വരാതിരിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതത്ര നിസ്സാരമായി കാണാവുന്ന പ്രശ്നമല്ല. എനിക്ക് മനസ്സിലായി. അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം എന്താ? ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. നമ്മുടെ പാർട്ടിയുടെ ഇമേജ് ആകെ നഷ്ടപ്പെട്ടു. ഇനി അത് വീണ്ടെടുക്കുക അത്ര എളുപ്പമല്ല. എല്ലാം ആ നന്ദം കാരണം. ഇതിനൊരൊറ്റ പോംവഴിയെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. അല്പം കടന്ന കൈയാണ്. ചെയ്തത് മറ്റേ പാർട്ടിക്കാരാണെന്ന് നാട്ടുകാർ വിചാരിച്ചോളൂ. നമ്മുടെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഇനി അതേ മാർഗമുള്ളൂ. സൂക്ഷിച്ചു വേണം. അവൻ അതിബുദ്ധിമാനാണ്. എല്ലാം ഞാൻ ഏറ്റു. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഞാൻ റെഡി. ഈ ജോസൂട്ടി ഇപ്പോഴും ഒന്നും പറയുന്നില്ല. ഞാൻ സാബുമായി സംസാരിച്ചു. എന്റെ ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ എന്നാണ് സാബു പറയുന്നത്. ഇപ്പൊ അവിടെ നല്ല കാലാവസ്ഥയാ, വലിയ തണുപ്പൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുമ്പേ മടങ്ങിപ്പോരാം. അപ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആര് തണുക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം. നീ എന്ത് പറയുന്നു? സമ്മതിച്ചു അല്ലേ? പ്രിയപ്പെട്ട വല്യപ്പച്ച, അന്നമോളെ, ചിന്നക്കുട്ടി, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ വലിയ തെറ്റുകൾ ചെയ്തു. ഞാൻ നിങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും ഒത്തിരി അകന്നുപോയി. വല്യപ്പച്ചൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ, വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം 100% വിശ്വസിക്കരുതെന്ന്. ഒരു അധ്യാപകൻ നേരായ മാർഗത്തിലല്ല കുട്ടികളെ നയിക്കുന്നതെങ്കിൽ അവർ ചീത്തയായി പോകുമെന്നൊക്കെ. അത് ശരിയാണെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചു. വല്യപ്പച്ചനോട് ഞാൻ ഒരുപാട് മോശമായി പെരുമാറി. എല്ലാത്തിനും മാപ്പ്.
ചെന്നിട്ട് വിളിക്കേ. ശരി മച്ചാ. ഓൾ ദി ബെസ്റ്റ്. ആ എന്താ സഖാവേ? എന്തായി കാണിക്കുന്നത്? മാഷേ, സംസാരിക്കേണ്ട മാഷേ, പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. തക്ക സമയത്ത് വൈലിക്കുഞ്ഞ് കണ്ടതാ രക്ഷയായത്. വൈലിക്കുഞ്ഞേട്ടാ, ये कौन है? നാട്ടിൽ നിന്നുള്ള പിള്ളേരാ. ഓ, തുമാരാ ആത്മീയ. എവിടാ സ്വദേശം? തഴുവാങ്കുന്ന്. തഴുവാങ്കുന്ന് അതെവിടാ? ഇടുക്കി ജില്ലയിലാ. ആരാടാ വിൽപ്പറയുടെ പുതിയ ആൾക്കാര്? കൊച്ചു പയ്യന്മാരാണല്ലോ. ഈ തഴുവാങ്കുന്ന് തൊടുപുഴയ്ക്കടുത്താണോ? അതെ. തൊടുപുഴയുള്ള ഒരു ഉടുമ്പ് ഷാജി അറിയാവോ? എന്റെ ദോസ്ത. അറിയില്ല. യമഹ സാബു. മുഹമ്മദേ, ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ലല്ലോ. നമുക്ക് നാളെ സംസാരിക്കാം. एक नजर रखना बच्चों पर. ഹലോ, വാപ്പച്ചിയല്ലേ? മോനെ ഇജാസേ, നീ ഇപ്പൊ എവിടെയാടാ? ഞാൻ ബാംഗ്ലൂർ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്താ. എനിക്കിവിടെ ചെറിയൊരു ജോലിയൊക്കെ ശരിയായി. ആ, നന്നായി. കുറച്ചു നാള് മാറി നിൽക്കുന്ന ഏതായാലും നല്ലതാ. അല്ല, ജോസൂട്ടിയില്ലേ കൂടെ? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ. ആ, നിനക്ക് കാശിന് എന്തെങ്കിലും ആവശ്യം വന്നാ ATM നിന്ന് വലിച്ചോ. പിന്നെ ഞാൻ ഇവിടെ ഒരു വക്കീലിനെ കണ്ട് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജോജി. ആ, അവന്റെ കാര്യമൊന്നും പേടിക്കാനില്ല. നീ അതൊന്നും ഓർക്കണ്ട. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവ് സംഭവങ്ങളാടാ. ആ ആ ശരി ശരി. നിങ്ങളെ സമ്മതിക്കണം. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും വല്ല കുലുക്കുണ്ടോ നോക്കി. അതാടി ഉസ്മാൻ. നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഒന്നും മുൻവിധിയോടെ പറയാൻ പറ്റില്ലല്ലോ. അത് പോട്ടെ. നാട്ടിലെന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? സ്കൂളിൽ ഒരുത്തനെ കുത്തി. അവൻ ചത്തോ? ഇല്ല. ചേടാ കഷ്ടം, ഒരുത്തനെ കൊല്ലാൻ പോലും അറിയാത്തവന്മാര്. ഇവിടുത്തെ ജോലിയുടെ സ്വഭാവം അറിയാവോ? എന്തോ സ്പെയർ പാർട്സുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് എത്തിക്കണമെന്ന് അജ്മൽ പറഞ്ഞത്. അവനിവിടെ ആയിരുന്നല്ലോ. അവൻ അങ്ങനെയാണോ പറഞ്ഞത്? അതെ. അവൻ വെറും ഒരു ഏജന്റ് മാത്രം. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ ഇവിടെ വന്നിട്ടില്ല.
നാട്ടിലെ നൊട്ടോറിയസ് ക്രിമിനൽസിനെ ഇങ്ങോട്ട് എത്തിക്കാനാ അവന് കമ്മീഷൻ കൊടുക്കുന്നത്. അവിടെ ഗൺ പോയിന്റിൽ ജീവിക്കുന്ന ഗുണ്ടകളെ. ഇവിടെ തന്നെ അവന്മാരുടെ അവസ്ഥ. ആയുധങ്ങളുടെ പാർട്സുകളും മയക്കുമരുന്നുമായി പോകുമ്പോൾ ഏത് നിമിഷവും BSF വെടിയേറ്റ് ചാവാം. മയക്കുമരുന്നും ആയുധങ്ങളോ? അപ്പോ BSF നമ്മളെ വെടിവെക്കും. നീ ആ പിള്ളേരെ പേടിപ്പിക്കാതെ മോമനെ. ഈ സ്ഥലവും പണിയൊന്നും നിങ്ങൾക്ക് പറ്റിയതല്ല. തിരിച്ചു പോക്കും. ഫിറോസേ, നമ്മുടെ അടുത്ത ട്രിപ്പ് എപ്പോഴാ? അടുത്ത തിങ്കളാഴ്ച. അതിലവന്മാർ നാട്ടിൽ പൊയ്ക്കോട്ടെ. യുവമാർക്ക് ഓരോ തോക്കുകൂടി കൊടുത്താലോ? പേടിച്ചാൽ ഒരു കാര്യവും നടക്കില്ല. പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് സാധനം എത്തിക്കേണ്ട സ്ഥലമാകും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. ഈ ഓപ്പറേഷനിൽ നിങ്ങൾ മിസ്സിംഗ് ആണെന്ന് ഞാൻ സാബിനോട് പറഞ്ഞോളാം. അന്നമോളെ, നീ ആ എഴുത്ത് ഒന്നുകൂടെ വായിച്ചേ. പ്രിയപ്പെട്ട വല്യപ്പച്ച, അന്നമോളെ, ചിന്നുകുട്ടി, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ വലിയ തെറ്റുകൾ ചെയ്തു. ഞാൻ നിങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും ഒത്തിരി അകന്നുപോയി. വല്യപ്പച്ചൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ, വായിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം 100% വിശ്വസിക്കരുതെന്ന്. എന്നോട് ക്ഷമിക്കില്ലേ വല്യപ്പച്ച? എനിക്ക് നിങ്ങൾ എല്ലാവരും കാണാൻ കൊതിയാവുന്നു. അധികം താമസിയാതെ ഞാൻ തിരിച്ചു വരും. സ്നേഹപൂർവം, നിങ്ങളുടെ ജോസൂട്ടി. വാർത്തകൾ വിശദമായി. 3 മലയാളി തീവ്രവാദി യുവാക്കൾ അതിർത്തിയിൽ കൊല്ലപ്പെട്ടു. അതിർത്തി രക്ഷാസേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ രാത്രിയാണ് ഇവർ കൊല്ലപ്പെട്ടത്. കോഴിക്കോടിനടുത്ത് ഫറൂഖ് സ്വദേശി മുഹമ്മദ് യാസീൻ, തൊടുപുഴയ്ക്കടുത്തുള്ള തഴുവാംകുന്ന് സ്വദേശികളായ ജോസ് തോമസ് എന്ന ജോസൂട്ടി, ഇജാസ് പിയു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ജോസൂട്ടിയും ഇജാസും തഴുവാംകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു. അടുത്തിടെ കേരളത്തിൽ നടന്ന പല തീവ്രവാദി പ്രവർത്തനങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് കേന്ദ്രങ്ങൾ പറഞ്ഞു. കൂടുതൽ അന്വേഷണങ്ങൾക്കായി ക്രൈംബ്രാഞ്ച് SP സുശീൽ അഗർവാളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസുകാർ എന്തെങ്കിലും ചെയ്താണോ വല്ലപ്പച്ച ചേട്ടായനെ?
എന്തിരിപ്പാ ഇത്? വലുതും വന്ന് കഴിക്ക്. ബോഡി നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെങ്കിൽ അതിനുള്ള പേപ്പേഴ്സ് ഒപ്പിട്ട് തരണം. അതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ഒരു മിനിറ്റ്, ഇക്കൊന്നും വന്നേ വന്നേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സമയത്ത് പ്രായോഗികമായി ചിന്തിക്കുന്നതാണ് ബുദ്ധി. ഇജാസ് നമ്മുടെ മോനാ. പക്ഷേ ഇജാസ് മരിച്ച സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതും ഒരു തീവ്രവാദ ഗ്രൂപ്പുമായി. നീ എന്താ പറഞ്ഞു വരുന്നത് മജീദേ? നമ്മൾ ഈ സാഹചര്യത്തിൽ അവന്റെ മയ്യത്ത് സ്വീകരിച്ചാൽ നമ്മളും ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് മറ്റുള്ളവർ ധരിക്കും. അതുകൊണ്ട് നമുക്ക് അവന്റെ മയ്യത്ത് വേണ്ടക്ക. മജീദേ, നീ എന്ത് ഭ്രാന്താടാ ഈ പറയുന്നേ? ഞാൻ എങ്ങനെയാണ് എന്റെ മോനെ വേണ്ടെന്ന് പറയാ? ഇക്കാക്കതിപ്പോ പറഞ്ഞാ മനസ്സിലാവില്ല. നമുക്കറിയാം നമ്മുടെ ഇജാസ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അവനൊരു രാജ്യദ്രോഹിയാ. അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇക്കെതിരൊന്നും പറയരുത്. എന്റെ റബ്ബേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറേ, ഇക്ക പറയണത് ഇജാസിന്റെ മയ്യത്ത് കാണണ്ടെന്നാണ്. ശരി. വാർത്തകൾ വിശദമായി. അതിർത്തി രക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തൊടുപുഴ തഴുവാങ്കുന്ന് സ്വദേശി ഇജാസിന്റെ മൃതദേഹം പിതാവ് ഉസ്മാൻ തിരസ്കരിച്ചു. തീവ്രവാദിയായ മകന്റെ മൃതദേഹം രാജ്യസ്നേഹിയായ താനും തന്റെ കുടുംബാംഗങ്ങളും സമുദായവും സ്വീകരിക്കുന്നില്ലെന്ന് ഉസ്മാൻ പറഞ്ഞു. രാജ്യസ്നേഹവും പൗരബോധവുമുള്ള ഉസ്മാനെ പോലുള്ളവർ രാജ്യത്തിന് മാതൃകയാണെന്ന് സ്ഥലം MLA മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്റെ മോൻ രാജ്യദ്രോഹിയല്ല, തീവ്രവാദിയല്ല. എല്ലാരും കൂടെ അവനെ അങ്ങനെ ആക്കിയതാ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ മോൻ ഒരു തെറ്റ് കുഞ്ഞേട്ടാ, ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ മോനെ എല്ലാ ചടങ്ങുകളോടും കൂടെ ഈ പള്ളി അടക്കം ചെയ്യണം. ഈ തഴുവാങ്ങുന്ന പള്ളിയിൽ. ആ അച്ചോ, ഒരു നിമിഷം ഇറക്കരുത്. അച്ചോ, ഈ ശവം പള്ളിയിലടക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്താ കാരണം? ഇതൊരു രാജ്യദ്രോഹിയുടെ ശവ. നീയൊക്കെ അല്ലടാ രാജ്യദ്രോഹികൾ. എന്റെ ജോസൂട്ടി എനിക്കറിയാം. പത്രക്കാരെഴുതി വിട്ട് കാണും, ചാനലുകാർ വിളിച്ചു പറഞ്ഞു കാണും. വല്ല തെളിവ് കൊണ്ടോ നിങ്ങളുടെ കയ്യില് ഇവൻ രാജ്യദ്രോഹം ചെയ്തതിന്? പത്രം വായിച്ചും ചാനൽ കണ്ടുമൊക്കെ തന്നെയാ ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്ന. നിങ്ങളെപ്പോലെ ഒരു തന്തയാ സ്വന്തം മകന്റെ ശവശരീരം പോലും വേണ്ടെന്ന് പറഞ്ഞ് ഈ നാടിന് മാതൃക കാണിച്ചത്. അയാൾ അവരുടെ സമുദായത്തിന്റെ മാനം കാത്തു. നമ്മുടെയൊക്കെ അപ്പനപ്പന്മാരെ അടക്കിയ മണ്ണാണിത്. ഇവിടെ ഇത്തരക്കാരെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്തു വന്നാലും തടയും. സകല പാപഭാരോ നിങ്ങളുടെ തലയെ കെട്ടിവെച്ച് കൊലയ്ക്ക് കൊടുത്ത യൂദാസുകളല്ലേ നിങ്ങള്? ഈ ഗതി നമ്മുടെ നാടിന് വരുത്തിയതില് നീ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർക്ക് പങ്കില്ലേ? ദൈവമേ, സന്ധിച്ച
ഈ വേദന കണ്ടോ? നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ഓ, അപ്പൊ അച്ഛനും ഇങ്ങേരുടെ ഭാഗത്തല്ലേ? ഇതൊന്നും ഉൾക്കൊള്ളാൻ അത്ര വലിയ ഹൃദയവിശാലതയൊന്നും ഞങ്ങൾക്ക് ഇല്ല അച്ചോ. ഇവര് പഠിച്ച സ്കൂളിൽ പോലും ബന്ധപ്പെട്ടവരിന്ന് അവധി കൊടുത്തിട്ടില്ല. ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ പള്ളിക്കാരും ഒരു അച്ഛനും. നമ്മൾ നാട്ടുകാരും ഈ ചടങ്ങ് പങ്കെടുക്കുന്നില്ല. എല്ലാരും പിരിഞ്ഞു പോണം. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തെറ്റിപ്പോയി പൈലിക്കുഞ്ഞേട്ട. എന്റെ ഇജാസ് മോൻ ഇതുപോലൊന്നും കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ.